പോലെ തരളമാം ചുണ്ടിലീണം. കായൽ പാടുമേതോ തേനൂറുന്ന ഗാനം. ഓമലേ എൻ ജീവനേ നീ വാ. മാതളപ്പൂവ് പോലെ വിരിയുമോ നിന്റെ നാണം. പൊഴിയുമോ മുത്തുപോലെ തരളമാം ചുണ്ടിലീണം. ആ കതിരെ വളം വച്ചാ പിടിക്കുകയല്ല. പെമ്പിള്ളാര് പ്രായമായ കാലാകാലങ്ങൾ വേണ്ട ഉപദേശങ്ങൾ കൊടുക്കേണ്ട അമ്മമാരാ. അല്ല, അതിന് നിനക്കെവിടാ സമയം? അതിനിപ്പോ ഞാനെന്ത് വേണം? ഞാൻ പറഞ്ഞിട്ടാണ് അവിടെ താമസിച്ചു വരുന്നത്. ഇതിനൊക്കെ കാരണക്കാരി നീ ഒരുത്തിയാ. കേറി പോകത്ത് ഒരു ചവിട്ടി വെച്ചതല്ലോ. പിന്നെ ചവിട്ടിയാലേ കാൽ ഉളുക്കത്തേ ഉള്ളൂ. ടിവിയിലും പത്രങ്ങളിലൊക്കെ ഓരോരോ സംഭവങ്ങൾ കാണുന്നുണ്ടല്ലോ. നേരെ ഇരട്ടി കഴിഞ്ഞാൽ പെമ്പിള്ളാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത കാലമായത്. നിന്നോട് നേരത്തെ വീട്ടിൽ കയറണമെന്ന് പറഞ്ഞിട്ടില്ലേടി? അമ്മേ, 6 മണിക്കുള്ള ബസ് മിസ്സായി പോയി. ഓ, ബാക്കിയുള്ളവരാരും വണ്ടിയെ കയറിയിട്ടില്ലല്ലോ. നീ കുറെ കയറിയതിന്റെ ഞാൻ ഈ കിടന്ന് അനുഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ഇനി പോകുന്നില്ല. അപ്പോഴെങ്ങനെയാ മൂക്കറ്റം കുടിക്കുന്നത്? എന്തുവാണോ എഴുതി വെച്ചിരിക്കുന്നത്? തമ്പി സാറോടെ പേപ്പർ വെക്കില്ല. നിലവിളക്ക് തന്ന് ഈ വീട്ടിലേക്ക് കൈപിടിച്ച് കയറ്റിയത് നിങ്ങളാണ്. ഈ പടി ചവിട്ടിയാണ് ഞാനിവിടെ കടന്നു വന്നത്. അപ്പോൾ നിങ്ങൾ 10 മാസം ചുമന്ന് നൊന്തു പ്രസവിച്ച മകൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ മൂവന്തി സമയത്ത് പറയുന്നു, ഈ കുടുംബത്തിൽ നിന്ന് എന്നെ പുറത്താക്കാൻ ആർക്കും കഴിയില്ല. ആകാശം ഇടിഞ്ഞു വീഴട്ടെ, അഗ്നിപർവ്വതങ്ങൾ പൊട്ടട്ടെ, ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും. ചെറുതിരിക്കാൻ എന്ത് ബുദ്ധിമുട്ടാ. നിലവിളക്ക് തന്ന് ഈ വീട്ടിലേക്ക് കൈ പിടിച്ചു കയറ്റിയത് നിങ്ങളാണ്. ഈ വീടിന്റെ ആംബിയൻസ് പോയി. സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. എന്ത് പറ്റി? സാറൊന്ന് വായിച്ചു നോക്കണം. അതേടി, നിലവിളക്ക് തന്ന് കൈ പിടിച്ച് കയറ്റിയത് ഞാനാണെങ്കിൽ ഈ പടിക്ക് പുറത്താക്കാൻ മറ്റാരും വിചാരിക്കണ്ട. ഞാൻ വിചാരിച്ചാൽ മതി. ഈ പറയുന്നത് പാർവതി ഭായി തമ്പുരാട്ടിയാണ്, നിന്റെ കഴുത്തിൽ താലി കെട്ടിയവന്റെ അമ്മ, ഗോപികൃഷ്ണന്റെ അമ്മ. ഈ ഒരൊറ്റ ഡയലോഗ് മതി നമ്മുടെ സീരിയലിന്റെ റേറ്റിംഗ് കൂടാൻ. ബാക്കിയുള്ളൊന്ന് വായിച്ചു നോക്കിയേ. ഇതൊന്ന് വായിച്ചു നോക്കി.
ഇത് കേട്ട് ശാലിനി എവിടെ നിരാശയോടെ നിൽക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ തന്റെ സീർട്ടിന് തീ കൊളുത്തി. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ തന്റെ സീർട്ടിന് തീ കൊളുത്തി. ശാലിനിക്ക് താല്പര്യമില്ല, അവള് വലിക്കണ്ട, അത്രയല്ലേ ഉള്ളൂ. താലിയുടെ മഹാത്മ്യം. താൻ പിന്നെയും വന്നു, ആംബിയൻസ് പോയി. അയ്യോ സാർ, എന്ത് പറ്റി സാർ? കുടുംബിനി ആമിനെ ചെയ്തു താണ്ഡവം. ആഭ്യന്തരമന്ത്രിയുടെ മുമ്പില് നാണം കെട്ട് പോയല്ലോ ഞാൻ. എന്ത് വിവരങ്ങൾ അന്വേഷിച്ച് വരാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ എന്നെ തൊപ്പി പോവും. എന്താ സാർ, അദ്ദേഹത്തിന്റെ മകൾക്ക് അഭിനയിക്കാൻ താല്പര്യമില്ലെന്നാണോ ഇപ്പൊ പറയുന്നത്? തുടങ്ങിയില്ല, അതിനു മുമ്പ് മുടങ്ങും എന്റെ ഈശ്വര. പേര് ഇഷ്ടപ്പെട്ടില്ല, മാറ്റാ സാർ. പേര് മാത്രം പോരാ. യു മീൻ സമൂലം? അദ്ദേഹത്തിന്റെ മോക്ക് അഭിനയിക്കാൻ പറ്റിയ ഏത് കഥാപാത്രമാണോ ഈ കഥകളിലുള്ളത്? ഇത് മുഴുവൻ കള്ളുകുടിയും കഞ്ചാവടിയും അവിഹിതവും ബലാത്സംഗവും പീഡനവുമാണല്ലോ. കുടുംബ സദസ് കാർക്കിച്ചു തുപ്പും. ഇതാണ് സാർ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ്. തന്റെ ഒരു ട്രെൻഡ്. ഇമാതിരി ആഭാസത്തരങ്ങളല്ല, പിള്ളേർക്ക് പറ്റിയ ലവ് സ്റ്റോറിയാ വേണ്ടത്. എല്ലാം മാറ്റി എഴുതിയില്ലെങ്കിൽ അറിയാലോ, ആഭ്യന്തരമന്ത്രിയുടെ മോളുടെ കാര്യ. അല്ല സാർ, വിശുദ്ധ പാർവതിയമ്മയെ കുറിച്ച് ആലോചിച്ചാലോ? ഭക്തമീരെ കുറിച്ച് ആലോചിച്ചാലോ? താൻ ആരെ കുറിച്ച് വേണമെങ്കിലും ആലോചിച്ചോ. ഉടനെ വേണം. 2 ആഴ്ചക്ക് ശേഷം വീണ്ടും കാണാം. ലവ് സ്റ്റോറി പോലെ ഒരു ആംബിയൻസും കിട്ടുന്നില്ലല്ലോ. വെറുതെ അല്ല കസൻ സാക്കിസ് ജയിലിലായത്. എഴുത്തുകാരുടെ ഒരു ഗതികേട്. എന്റെ കാര്യം കഴിഞ്ഞാൽ അയ്യോ പൊട്ടുന്ന വല്ല ഉണ്ടായിരുന്നോ സാർ? പൊട്ടുന്ന 2 പടത്തിന്റെ സ്ക്രിപ്റ്റ് ഇതിനകത്തുണ്ട്. ഞങ്ങൾക്ക് എന്തൊക്കെ അറിയണം? നായിക തീർത്ത് വിളിച്ചാൽ ഒരെണ്ണമല്ല 10 എണ്ണം പൊട്ടും. ഹലോ, ഏതാശുപത്രിയിലാ? ഞാൻ നാളെ രാവിലെ എത്തിക്കോളാം. ശരി. ഗുഡ് മോർണിംഗ് സാർ. അരവിന്ദൻ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, പിന്നെ ചെറിയൊരു മയക്കം. അത് ഈ മരുന്നിന്റെ. സിസ്റ്ററിന്റെ പേരെന്താ? ലീന. ലീന, നല്ല പേര്. വീട് എവിടെയാ? ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. താൻ രാവിലെ ഒരിക്കൽ പറഞ്ഞു. ബോധം വീണോ? ഇല്ല. എന്താ പേര്? അരവിന്ദ്. തന്റെ? സൂരജ്. ടോണി. ശരിക്കും കിട്ടിയല്ലേ? മൂത്രമൊക്കെ പോകുന്നുണ്ടോ? എന്താ? ഇയാളുടെ മൂത്രമൊക്കെ ശരിക്കും പോകുന്നുണ്ടോ? വീട്ടുകാരെ അറിയിച്ചോ? ചത്തിട്ടല്ലേ സാറേ വീട്ടുകാരെയൊക്കെ അറിയിക്കുന്നേ. ഇവന്റെ വീട്ടിലറിയിച്ചോ? അറിയിച്ചു. അവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു സാർ. രാവിലെയാണ് പോയത്. നിനക്കൊക്കെ എന്തുവാ പണി? സാർ, ഞങ്ങൾ സെന്റ് ആൽബർട്ട്സ് കോളേജിലെ സ്റ്റുഡൻസ് ആണ്. എന്താ സംഭവിച്ചത്? സാർ, അത് കൃഷ്ണോളെ സാർ നോട്ട് ചെയ്യടോ. സാറേ പറയണം. ഞങ്ങൾക്ക് അറിയില്ല സാറേ. തിയേറ്ററിലെ സിനിമ കണ്ടോണ്ടിരുന്ന ഞങ്ങളെ കുറച്ചുപേര് വന്ന് ഒരു കാരണമില്ലാതെ തല്ലുകയായിരുന്നു. ഒരു കാരണവുമില്ലാതെ ആരെങ്കിലും തല്ലുകൊടൂ? കാരണം കാണും. ഇവന്മാരെ കണ്ടാൽ അറിയത്തില്ലേ സാർ? ഏതെങ്കിലും പെമ്പിള്ളേരുടെ ആങ്ങളമാര് വന്ന് കയറി നെരങ്ങിയച്ച് പോയി കാണും. ഇയാളെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എഴുതിയെടുത്ത് ഒരാട്ടോ പിടിച്ചൊക്കെ വാ. ഓ, എടോ, പിള്ളേർക്ക് പറ്റിയ ലവ് സ്റ്റോറിയാ വേണ്ടത്. കഴിഞ്ഞു. ആ പോയ പെൺകുട്ടി ഏതാ? അത് നാൻസിയാ. അവളാണോ ഇവന്റെ നായിക? നായികയോ? അല്ല സാർ, അത് അശ്വതിയാ. അശ്വതി? അതാരാ? അത് അശ്വതി ആദ്യം ഞങ്ങൾ കാണുന്നത് കോളേജിലെ ഫ്രഷേഴ്സ് ഡേക്കാണ്. വർണ്ണങ്ങളുടെ വസന്തങ്ങൾ തീർത്ത് കലാലയം നവാഗതരെ വരവേൽക്കുന്ന ദിവസം. അതിൻ്റെ ഒരുക്കത്തിലായിരുന്നു ഞങ്ങൾ സീനിയേഴ്സ്.
പാവം കുറെ കഷ്ടപ്പെട്ട് കാണും. എന്നിട്ട് അവള് വീണോ? എന്താണ്? ഇന്നലെ നൈറ്റ് ആയിരുന്നു സാർ, നിന്നുറങ്ങിപ്പോയി. ഞാൻ എഴുതിക്കോളാം. ആ എന്നിട്ട് ആർട്സ്ലേഡ് എന്നായിരുന്നു അശ്വതി ഒരു കലാകാരിയാണെന്ന് ഞങ്ങൾ അറിയുന്നത്. അപ്പൊ സ്പോർട്സിലേക്ക് അറിഞ്ഞില്ലേ? സ്പോർട്സ് വേറെ ആർട്സ് വേറെ. ആ കലാകാരിയാണല്ലേ, ജീവിതം കട്ടപ്പോകാം. ആർട്സിന്റെ അന്ന് എന്തോ കാരണം കൊണ്ട് ചാർട്ട് ചെയ്തതുപോലെ അശ്വതിയുടെ പ്രോഗ്രാം നടന്നില്ല. അശ്വതി, ഇതങ്ങനെ വിട്ടുകൊടുക്കരുത്. നമുക്ക് കംപ്ലൈന്റ് ചെയ്യണം. ഒന്നും വേണ്ട. അശ്വതി പ്രോഗ്രാം ചെയ്യുന്നില്ലേ? സമയക്കുറവ് മൂലം അശ്വതിയുടെ ഡാൻസ് നടത്താൻ ആർട്സ് ക്ലബ് സെക്രട്ടറി ശിവൻ സമ്മതിക്കുന്നില്ല. അവരുടെ നാടകമുണ്ട് പോലും. എന്നാ അവന്റെ നാടകം ഒന്ന് അശ്വതി, നമുക്ക് നാൻസി, ആക്ച്വലി എന്താ ഇവിടെ സംഭവിച്ചത്? അത് ഞാൻ പോയിട്ട് പോരാ. ടോണി പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. വാളിയ ഒരു സസ്പെൻഷൻ നടക്കുന്നുണ്ട്. അത് നിന്റെ സോക്സിന്റെ മണോടെ. ഇടി, അരവിന്ദ് പ്രശ്നം ഉണ്ടാക്കോ? മച്ചു, കവിത പാരായണം ഇപ്പം തീരും. കവിതയുടെ പാരായണം കേൾക്കാഞ്ഞിട്ട് അവൻ ഇരിക്കപ്പുറതിയില്ല, വൃത്തികെട്ടവൻ. ഒന്ന് ചുമ്മാ ഇരിക്കടാ. സോറി അളിയ. എന്താണ് ശിവ, നീ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞില്ലേ? പോടാ മനു, കിരീടം കണ്ടോ? പിന്നെ 8 തവണ ലാലേട്ടന്റെ അഭിനയം സൂപ്പർ. ഓ അതല്ല, തലേ വെക്കുന്ന കിരീടം. ബാലെ നമുക്ക് അടുത്ത വർഷം നടത്താം. നീ തൽക്കാലം ഇവിടെ കേടാ. എന്തൊക്കെ പറഞ്ഞ പരിപാടി കാണിച്ചു തരണം. ഭാഗ്യം, ഒരടി പോലും മിസ്സായില്ല. മാഡം, ശിവന് വലിയ നിർബന്ധം നാടകത്തിൽ ഒരു സ്റ്റണ്ട് വേണമെന്ന്. അതിന്റെ റിഹേഴ്സൽ നോക്കുമായിരുന്നു. ഓക്കേ, ലെറ്റ്സ് ഗോ. കം ഓൺ. അയ്യോ, അല്ല, പോവാണോ? നല്ല റിഹേഴ്സൽ ആയിരുന്നു. ഇത് ഞാൻ മാത്രം കണ്ടാ പോരല്ലോ, വീട്ടുകാരെ കൂടി അറിയിക്കണ്ടേ നിങ്ങൾ നല്ല കഴിവുള്ള പിള്ളേരാണെന്ന്. മാഡം, അത് അവർക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. എന്നിട്ട് ഇത്രയും തവണ ഇവിടെ വന്നിട്ടും അവർ ഇക്കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും പേരൻസിനെ വിളിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാ മതി. ടോണിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. മുട്ടില്ല. പാരന്റ്സിനെ വിളിച്ചോണ്ട് വന്നിട്ട് കേറിയാ മതി എന്നാ അവര് പറഞ്ഞേ. അതെനിക്ക് മനസ്സിലായി. കൂടെ കൂടെ ഇങ്ങനെ പറയണമെന്നില്ല. വാഗേറിയ ദൈവം പേരൻസിനെ തരാതിരിക്കത്തില്ല. ഇതെനിക്ക് എപ്പോഴേ മനസ്സിലായി. എടാ, അശ്വതി വിചാരിച്ചാൽ ഒരു പക്ഷേ. ഞാൻ പറഞ്ഞിട്ടല്ലോ ശിവനെ തല്ലിയത്. ഇനി എങ്കിലും നിനക്ക് വേണ്ടിയല്ലേ അവൻ. എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യണ്ട. പക്ഷേ അന്ന് തന്നെ അശ്വതിയുടെ അച്ഛനൊരു ആക്സിഡന്റ് ഉണ്ടായി. റോഡിൽ രക്തം വാർന്നു കിടന്ന അദ്ദേഹത്തെ ഹോസ്പിറ്റലാക്കിയത് അരവിന്ദായിരുന്നു. എന്തു പറ്റി? അച്ഛൻ എന്തു പറ്റി? എന്തു പറ്റാനാ? മൂക്കറ്റം കുടിച്ചിട്ട് വണ്ടി ഇടിച്ചതാ. ബോധം കെട്ട് കിടന്നപ്പോ ഒരു പയ്യനെ ഇവിടെ എത്തിച്ചത്. തക്ക സമയത്ത് ഇവിടെ എത്തിച്ച് അവൻ ബ്ലഡ് കൊടുത്തോണ്ട് ജീവൻ തിരിച്ചു കിട്ടി. എന്റെ ഈശ്വര, ഇങ്ങനെ ഒടുക്കത്തെ കുടി കാരണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? എന്നിട്ട് അയാൾ എവിടെ? ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങി പോയതേ ഉള്ളൂ. ഒന്ന് നിന്നേ. താങ്ക്സ് അശ്വതി. എന്റെ ഡാഡി ഭയങ്കര സന്തോഷത്തോടെ പോയത്. എന്താടാ? ആദ്യമായിട്ട് കോളേജിൽ കയറിയ സന്തോഷത്തിലാ പുള്ളി പോയത്. എന്റെ അമ്മോ, പ്രിൻസിപ്പൽ മാഡത്തിന്റെ എന്റെ അപ്പന്റെ ഉപദേശം ഇപ്പോഴാ കഴിഞ്ഞത്. അപ്പൊ നീ നന്നാവല്ലോടാ. പിന്നെ നന്നാവും. എന്റെ അപ്പൻ നന്നാവും. പാവം തളർന്നാ പോയത്. എടാ, അരവിന്ദ് എവിടെ? അവൻ ചേട്ടനെയും കാത്ത് നമ്മുടെ ഗ്രൗണ്ടിൽ ഇരിപ്പുണ്ട്. എന്താ, അവന്റെ പാരന്റ്സ് വരില്ലേ? നിങ്ങൾക്കറിയില്ലേ, അവന്റെ അച്ഛനും അമ്മയും കുട്ടിക്കാലത്ത് തന്നെ ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. ശേഷിച്ചത് അവനും ചേട്ടനും മാത്രമാ. വാടാ, നമുക്ക് അവന്റെ അടുത്തേക്ക് പോവാം. എന്താടി, എങ്ങോട്ടായി പിടിച്ചു വലിക്കുന്നേ? എനിക്ക് അരവിന്ദിനെ ഒന്ന് കാണണം. എന്താ മോളെ ഒരു മനംമാറ്റം? അതല്ലടി, ഇന്നലെ അച്ഛനൊരു ആക്സിഡന്റ് ഉണ്ടായപ്പോ ഹോസ്പിറ്റലിലാക്കിയതും ബ്ലഡ് കൊടുത്തതും അരവിന്ദാ. എനിക്ക് അവനോടൊരു താങ്ക്സ് പറയണം. ഇതിനിടയില് അതൊക്കെ സംഭവിച്ചോ? നീ ഒന്ന് വന്നേ.
മാഡം, സസ്പെൻഡ് ചെയ്യാൻ മാത്രം ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. പുറത്തുനിന്ന് ആളെ ഇറക്കിയത് ശിവനാണ്. No, I don't want any explanation. You may please leave the campus. അങ്ങനെ ഞങ്ങൾ 2 ആഴ്ചത്തേക്ക് കോളേജിൽ നിന്നും സസ്പെൻഡഡായി. അപ്പൊ നീയൊക്കെ തല്ലുണ്ടാക്കാൻ വേണ്ടി മാത്രമാണോ കോളേജിൽ പോകുന്നത്? അപ്പൊ ശിവനാണ് വില്ലൻ. അല്ല സർ, പിന്നെ സസ്പെൻഷൻ കഴിഞ്ഞ് കോളേജിൽ ചെന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് അശ്വതി ക്ലാസ്സിൽ വന്നിട്ട് ഒരാഴ്ചയിൽ കൂടുതലായിരുന്നു. അവള് വല്ല റിയാലിറ്റി ഷോയ്ക്കും പോയതായിരിക്കും സാർ. ഒന്ന് മിണ്ടായിരേടോ. അവൾ എവിടെ പോയി? അന്നൊരു ദിവസം ഏത് നേരത്തും ടിവിയുടെ മുമ്പിലാ. നിനക്ക് വിശപ്പും ദാഹമൊന്നുമില്ലേ ഏർക്കാ? ഭക്ഷണം എടുത്തു വെച്ചിട്ട് എത്ര നേരമായെന്നറിയാവോ? വാ, വന്ന് കഴിക്കേ. ചേട്ടത്തി, ഈ കളിയൊന്നും കഴിഞ്ഞോട്ടെ, ഞാൻ വരാം. ഓ, കളിയും കണ്ടോണ്ടിരുന്നാ മതി. പഠിക്കുകയും വേണ്ട, കഴിക്കുകയും വേണ്ട. ഹലോ, എടാ ഞാൻ വീട്ടിലാ. എന്താ കാര്യം? ഏത് ചാനലില്? ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാം, ഞാൻ തിരിച്ചു വിളിക്കാം. പഠിക്കാൻ നോക്കടാ. ശാരികയുടെ കിനാവുകളെ തല്ലിക്കെടുത്താൻ മഹാദേവന്റെ നിയമപുസ്തകത്തിലെ കാണാപ്പുറങ്ങളെ തേടി അജയൻ ഗുരുക്കൾ എത്തുമോ? കാത്തിരുന്ന് കാണുക. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 10 മണി. അങ്ങനെ അശ്വതി സീരിയലിൽ സജീവമായി. പഠനവും സീരിയൽ അഭിനയവും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാത്തോണ്ടായിരിക്കാം ഒരു ദിവസം TC വാങ്ങാനായി അമ്മാവനുമൊത്ത് അശ്വതി കോളേജിൽ വന്നു. എന്താടാ, എന്തു പറ്റി? എടാ, അശ്വതി വന്നിട്ടുണ്ട്. നാൻസി, സുഖാണോ നിനക്ക്? ഇനിയും താമസിച്ചാൽ നമ്മൾ അവിടെ എത്തുമ്പോൾ വൈകും. മോളെ, പിന്നെ സംസാരിക്കാം. ബാ ബാ. എന്തൊരു അടിയാളിയാത്. ഒന്ന് നിർത്ത്. എന്നാലും അവൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. സീരിയലിലൊക്കെ അഭിനയിച്ച് ഭയങ്കര കാശായന്റെ അഹങ്കാരം അവക്ക്. നീ വിചാരിച്ച ഇതിലും നല്ല പെൺപിള്ളേർ നിന്റെ പുറകെ വരും. ഒരു പെക്കെങ്കിലും ചാച്ചപ്പം വരുമ്പോ കൊടുക്കണേ. പറഞ്ഞ പോലെ ചാച്ചപ്പനെ കാണുന്നില്ലല്ലോ. അയാളിപ്പോ പൂജ തുടങ്ങി കാണും. 4 ഷോ ഇല്ലെങ്കിൽ എന്താ, 4 നേരം പൂജയുണ്ട്. അവളുടെ രാവുകൾ 151 ദിവസം. ഇതൊക്കെ ഒരു കാലം. അയ്യോ തമ്പ്രാട്ടി, ഈ യുഗം അവസാനിക്കല്ലേ എന്റെ പൊന്നു ഭഗവതി. ഇതുള്ളത് കൊണ്ട് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ കഞ്ഞു കുടിച്ചു പോകുന്നു. ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. കാത്തോളെ. കൊള്ളാലോ, ഒരു കാക്ക കുഞ്ഞു പോലും ഇല്ല. ഹൗസ് ഫുള്ളിന്റെ ബോർഡും. പരമ കഷ്ടം. എന്റെ ഗതികേട് നോക്കണേ. ഈ മലയാള സിനിമയുടെ പ്രതിസന്ധി എന്താണെന്ന് അറിയണമെങ്കിൽ അമ്മയും അച്ഛനും ഇങ്ങോട്ട് തന്നെ വരണം. എന്നെ പോലെ എത്രയോ ആളുകൾ ഇത് അനുഭവിക്കുന്നു. ഹൗസ് ഫുള്ള് ഇങ്ങനെ കിടക്കട്ടെ. ഇതെന്തോന്ന് പുകയടയത്? ഇതെന്തോന്ന് വലി? ഓല കെട്ടിടമാണെങ്കിൽ ഇതും ഒരു തിയേറ്റർ തന്നെ. അറിയാലോ, പുറത്തുള്ളവർ ചോദിക്കുന്നത് ഇത് അണ്ടി ഫാക്ടറി ആണെന്ന്. അത്രയ്ക്കല്ലേ നിന്റെയൊക്കെ പുക? അല്ല, നമുക്ക് ഈ തിയേറ്ററിന് മൊത്തമായിട്ടൊന്ന് കത്തിക്കാൻ പറ്റുന്നേ. അതിന് നീ
അല്ല ഊര് തണ്ടി വരുമ്പോ നിനക്കൊക്കെ വേണ്ടിയിട്ട് എന്റെ തിയേറ്റർ ബാറാക്കി തന്നത് എന്റെ തെറ്റ്. ധൈര്യം ഉണ്ടേ കത്തിക്കടാ. അശ്വതിയല്ലേ? അശ്വതിയാ? ഏതശ്വതി? നോക്കട്ടെ. അശ്വതി തമിഴിലേക്ക്. ഇതൊന്ന് പിടിച്ചേ. തെന്നിന്ത്യൻ താരറാണി അനുരാധയാണ് ചിത്രത്തിലെ നായിക. അനുരാധ ശരവണന്റെ സിനിമയല്ലേ, വല്ല തട്ടിക്കൂട്ട് സെറ്റപ്പ് ആയിരിക്കും. അയാളെടുത്ത് ഒരു പടം പോലും ഇന്നവരെ പൊട്ടാതിരുന്നിട്ടില്ല. അത് കളഞ്ഞിട്ട് മാറ്റർ ഒന്ന് വായിച്ചേ. ഒന്ന് അടങ്ങടാവേ. ബെൻ ആർട്സിന്റെ ബാനറിൽ ശരവണൻ നിർമ്മാണവും സംവിധാനവും നിർവഹിക്കുന്ന തമിഴ് സിനിമ പൊയ് നാഗർകോവിലും പരിസര പ്രദേശത്തുമായി ചിത്രീകരണം പുരോഗമിക്കുന്നു. റിയാസ് ഖാൻ നായകനാകുന്ന ഈ ചിത്രത്തിൽ മലയാളത്തിൽ നിന്നുള്ള അശ്വതി ഒരു പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നു. ഇതാ ഞങ്ങൾ പറയാറുള്ള അശ്വതി. ഓ, ഇതാണല്ലേ അശ്വതി. എടാ എനിക്ക് ഇപ്പൊ അവളെ കാണണം. ഈ രാത്രിയിലോ? ഇവൻ കൊത്താൻ തുടങ്ങി. എടാ എനിക്ക് ഇപ്പൊ അവളെ കണ്ടേ പറ്റൂ. നിങ്ങൾ വരുന്നെങ്കിൽ ഞാൻ പോവാ. കൂമ്പ് ഭഗവതി, അവൻ ഫിറ്റാ. അവൻ ഒറ്റയ്ക്ക് വിടുന്ന ആപത്താണ്. നമുക്ക് ഒരുമിച്ച് പോവാ. ഇതും കൂടെ തീർക്കാം. നമുക്ക് ഒരുമിച്ച് പോവാന്ന്. ഇത് തന്നെയാണോടാ വീട്? പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഇത് തന്നെയാ. എടാ ഈ അവസ്ഥയിൽ കേറണോ? ദേ അവൻ പോയി. ഒറ്റയ്ക്ക് പോണ്ട, ഞാനും വരാം. ഉണ്ടോ? എന്ത് വേണം? ഇവിടെ ആരുമില്ലേ? അവരിവിടെ താമസം മാറി പോയല്ലോ. എങ്ങോട്ട് പോയി? അതറിയില്ല. ആ പെങ്കൊച്ചിന്റെ അമ്മാവൻ വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോയി. ഷൂട്ടിങ്ങിന്റെ കാര്യമായിട്ട് സിറ്റിയിലാ ഇപ്പൊ താമസം. അശ്വതിയെ പറ്റിയുള്ള ഞങ്ങളുടെ ധാരണകൾ തെറ്റിയ ദിവസമായിരുന്നു അന്ന്. അച്ഛൻ വരുത്തിവെച്ച കടബാധ്യതകളിൽ നിന്ന് കുടുംബത്തെ രക്ഷപ്പെടുത്താൻ കഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി. തന്നിൽ നിന്നും അവൾ അകന്നുപോയി എന്ന ചിന്ത അരവിന്ദനെ വളരെയധികം വേദനിപ്പിച്ചു. നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമില്ല കാര്യങ്ങൾ. ഒത്തിരി പ്രാരാബ്ധങ്ങളുള്ളൊരു പെണ്ണാണ് അവള്. പാവം. പൊന്നേ നിന്നോർമകളിൽ പാടാമൊരു ഗാനം ഞാൻ. അറിയുമോ ഈ സംഗീതം അലിയുമോ എന്നെഞ്ചോരം. പൊന്നേ നിന്നോർമകളിൽ പാടാമൊരു ഗാനം ഞാൻ. അറിയുമോ ഈ സംഗീതം അലിയുമോ എന്നെഞ്ചോരം. മഞ്ഞുമൂടുവീ കുന്നിറങ്ങി നീ പൊന്നു പൂത്ത പോൽ പെയ്തിറങ്ങിയോ. മഞ്ഞുമൂടുവീ കുന്നിറങ്ങി നീ പൊന്നു പൂത്ത പോൽ പെയ്തോ എന്നിൽ നീ. പൊന്നേ നിന്നോർമകളിൽ പാടാമൊരു ഗാനം ഞാൻ. അറിയുമോ ഈ സംഗീതം അലിയുമോ എന്നെഞ്ചോരം. പതിവായി ഞാൻ പടിവാതിലിൽ നിനക്കായി മിഴിനീട്ടി അകലങ്ങളിൽ. പൊൻതൂവലാൽ നിൻ മലർച്ചില്ലയിൽ അറിയാതെ ഞാൻ തീർത്ത കളി വീട്ടിലും. മാരിവിൽ വീണ്ടും മറയുന്നതെന്തേ? നനവാർന്ന മൗനം നിറയുന്നുവോ? കരളിലെ ഇഴകളിൽ ഒഴുകി വരുന്നതു നീയല്ലേ? കനകനിലാവിൻ തേരു തെളിക്കുവതാരോ? പൊന്നേ നിന്നോർമകളിൽ പാടാമൊരു ഗാനം ഞാൻ. അറിയുമോ ഈ സംഗീതം അലിയുമോ എന്നെഞ്ചോരം.
ഹിമബിന്ദു പോൽ കുളിർനെറ്റിയിൽ പ്രിയമോടെ ചാലിച്ചു മൃദു ചുംബനം. അകലുന്നുവോ നിൻ കാലൊച്ചയും ആത്മാവിൽ നീ തന്ന പുളകങ്ങളും. പൊയ്പോയ രാവും നീയാം നിലാവും നീറുമെന്നെഞ്ചിൽ തഴുകുന്നുവോ. കരിമിഴി അഴകിനൊരഞ്ജനമെഴുതിയതാരോ. ചന്ദനഗന്ധമണിഞ്ഞു വരുന്നതു നീയോ പുതുപൂങ്കാറ്റോ. പൊന്നേ നിന്നോർമകളിൽ പാടാം ഒരു ഗാനം ഞാൻ. അറിയുമോ ഈ സംഗീതം അലിയുമോ എൻ നെഞ്ചോരം. മഞ്ഞുമൂടുവീ കുന്നിറങ്ങി നീ പൊന്നു പൂത്ത പോൽ പെയ്തിറങ്ങിയോ. മഞ്ഞുമൂടുവീ കുന്നിറങ്ങി നീ പൊന്നു പൂത്ത പോൽ പെയ്തോ എന്നിൽ നീ. താനാ എടാ നീ വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എടാ നീ നാൻസി ഒന്ന് വിളിക്കേ. അവളുടെ കയ്യിൽ ചിലപ്പോൾ അശ്വതിയുടെ നമ്പർ കാണും. എന്തായി, കിട്ടിയോ? കിട്ടി, ഡയൽ ചെയ്തിട്ടുണ്ട്. ഹലോ. ഹലോ ചേട്ടാ, അശ്വതി ഉണ്ടോ? ആരാ? എന്തു വേണം? ഞാൻ അരവിന്ദ്, അശ്വതിയുടെ ക്ലാസ്മേറ്റ് ആണ്. അയ്യോ മോനെ, അവൾ ഉറങ്ങിയല്ലോ. എന്താ കാര്യം? എനിക്ക് അശ്വതിയോടൊന്ന് സംസാരിക്കണമായിരുന്നു. എത്ര ഫ്രണ്ടാണെന്ന് പറഞ്ഞാലും രാത്രിയൊക്കെ ഒരു പെൺകുട്ടിയെ വിളിക്കാന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ മോനെ. എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനാ. ഫോണിന് കൊടുക്കാവോ? മോൻ്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. നീ കോളേജിൽ കണ്ട ഒരു പെൺകുട്ടി അല്ല അവളിന്ന്. അറിയപ്പെടാൻ പോകുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അതുകൊണ്ട് മോനെ അരവിന്ദ, അതങ്ങ് മറന്നേക്ക്. മറക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. അവൾ എന്റെ പെണ്ണ. നിങ്ങൾ അവളെ എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും ഞാനവിടെ വരികയും ചെയ്യും, വന്നാൽ അവളെ കൊണ്ടുപോവുകയും ചെയ്യും. എന്നാ മോൻ കുറെ ദുഃഖിക്കേണ്ടി വരും. നമുക്ക് കാണാം. ശരി, നമുക്ക് കാണാം. അന്ന് രാത്രി ഞങ്ങൾ തിരിച്ച് തിയേറ്ററിൽ എത്തിയപ്പോഴാണ് കുറെ ആളുകൾ ചേർന്ന് ഞങ്ങളെ ആക്രമിച്ചത്. പിടികിട്ടി. അപ്പൊ അമ്മാവനാണ് വില്ലൻ. ഇപ്പോഴാണ് കഥയ്ക്ക് ഒരു ആംബിയൻസ് കിട്ടിയത്. എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഓ സാർ, സോറി. പിടിക്കടോ. വീണ്ടും കാണേണ്ടി വരും. ആടോ. എന്താ സാർ ആലോചിക്കുന്നത്? ഈ അമ്മാവൻ ഒരു കഥാപാത്രം. ഈ ഏടാകൂടത്തിന്റെ എല്ലാം പിന്നിൽ അയാളുടെ കറുത്ത കൈകളാണ്. ഞാൻ കണ്ടുപിടിച്ചോളാം. പക്ഷേ എന്താ സാർ? പക്ഷേ തമിഴ്നാട്ടിൽ ഇപ്പൊ എന്തായിരിക്കും സംഭവിക്കുന്നത്? யாரா என்னுடைய பெர்மிஷன் இல்லாம இந்த ஏரியாவுல ஷூட்டிங் பண்றது? ஏய் டைரக்டர், கம் ஹியர். சூப்பர் சார். ஐ அம் இன்ஸ்பெக்டர் சிங்கம். யார் மன்னி? நான் தான் இந்த படத்துக்கு டைரக்டர் சார். ஆமா. போலீஸ் ஜீப் வரும்போது அது மேல பாம்பு போடுறியா? இல்ல சார், ஷூட்டிங் பண்ணிட்டு இருந்தோம், அதுக்கிடையில உங்க வண்டி வந்து ஷூட்டிங்கா? ஆமாமா. பெர்மிஷன் எங்க பேப்பர்ஸ் கொடு. அதான் அது வாங்கப்போ அத வாங்குறதுக்குள்ள ஷூட்டிங் பண்ணிட்டு இருக்கியா? இல்ல சார், அத என்ன ஷட் அப். சார், ஏய் 420. எஸ் சார். அந்த கேமராவை தூக்கி ஜீப்புக்குள்ள போடு. ஓகே சார். அந்த கேமராமேன் டாலா இருக்காரு பத்தியா? ஆமா சார். அவர் தூக்கி டிக்கில போடு. ஓகே சார். இந்த பாடியை ஜீப் மேல போட்டு கட்டு. ஓகே சார். சார் என்ன 1000 ரூபாய் கொடுத்துட்டுமா சார்? நான் காலையிலேயே டீ சாப்பிட்டேன். ஆமா சார். 3000 ரூபாய் போதுமா? டிஃபனும் சாப்பிட்டுட்டேன் சார். ஒரு 5000. கிண்டல் பண்றீங்க? இல்ல சார். நக்கல் பண்றியா என்ன பார்த்து? நான் யார் தெரியுமா? இன்ஸ்பெக்டர் சிங்கம். நீ போட்ட பாம்புல என்ன இருக்கு தெரியுமா? 2 காண்டாமிருகம் கண்டமாயி சிட்டிக்குள்ள ஓடிடுச்சு.
ஒரு பிரெக்னன்ட் எலிபென்ட் அபார்ஷன் ஆகி போச்சியா? 2 அனகோண்டா எஸ்கேப் ஆயிடுச்சு கேரளாவுக்கு. நீயா தருவ? என்ன நினைச்சிட்டு இருக்க நீ? டியூட்டி நேரத்துல லூட்டி பண்ணாக்க முட்டிக்கு முட்டி தட்டி வயித்துல இருக்கிற போட்டி எடுக்க வேண்டாம். இன்ஸ்பெக்டர் சிங்கம் என்கிட்ட விளையாடுறியா நீ? எனக்கே லஞ்சம் கொடுக்க பாக்குறீங்க சார். நோ ஷூட்டிங், ஆல் கேன்சல். ஒரு 20,000 தரியா? 20,000. டேய் ஷூட்டிங் பேக்கப் பண்ணிக்கப்பா. இல்ல நான் கேரளாவுக்கு போறேன் சார். அப்போ ஒரு 10,000. இல்ல நான் செட் போட்டு எடுத்துறேன். ஒரு 5,000. இல்ல எனக்கு இந்த லொகேஷனே பிடிக்கல. டேய் பேக் பண்ண சொல்லுங்க. பேக்கப் பண்ணாதீங்கடா டேய். சார் சார் ப்ளீஸ் ஒரு 1000 ரூபீஸ் கொடுங்க போதும். கண்ட்ரோலர் வாயா சார். இந்த ஆளுக்கு ஒரு 1000 ரூபீஸ் என்ன கொடு. இன்ஸ்பெக்டர் சிங்கம் கைக்கூலியை டச் பண்ண மாட்டான். ஓஹோ பேசிட்டு கொடுத்துரு. வாங்குறதே லஞ்சம், அதுல ரோஷம் வேற. என்ன சார் சத்தம்? ஒடுல காலையில சுண்டல் சாப்பிட்ட கேஸ் ட்ரபிள். நாளைக்கு டோட்டல் யூனிட் ஐ வாண்ட் இந்த போலீஸ் ஸ்டேஷன். யூ ஹிம் எல்லா ஸ்டேஷன்ல வந்து என்ன பார்க்கணும். இன்னைக்கு ஒரு நாள் ஷூட்டிங் பண்ணிக்கங்க. நீங்க போங்க சார். எவன்டா இவா? ഹലോ നാൻസി, നിന്റെ മനസ്സ് ഇത്രയ്ക്ക് കഠിനമാണെന്ന് ഞങ്ങൾ കരുതിയില്ല. അരവിന്ദനെ ഇത്രയ്ക്ക് ശിക്ഷിക്കാൻ മാത്രം അവൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തേ? ഇന്നലെ അവനെ ഡിസ്ചാർജ് ചെയ്ത. ഞാൻ എന്ത് ചെയ്തെന്നാ? ഓ, നിനക്കൊന്നും അറിയില്ല. അരവിന്ദനെ ആളെ വിട്ട് തല്ലിച്ചത് നിന്റെ അമ്മാവനാണെന്ന് ഞങ്ങൾ അറിയില്ലെന്ന് കരുതിയോ? അമ്മാവൻ തല്ലിയെന്നോ? അരവിന്ദനെയോ? നാൻസി, ഞാനിത് അറിഞ്ഞിട്ടില്ല. നീ അധികം സംസാരിക്കണ്ട. പുകവലി പാടില്ലാന്ന് ഇപ്പൊ വന്ന് തിയേറ്ററിൽ ആള് കയറുന്ന തന്നെ പുകവലിക്കാനും വെള്ളം അടിക്കാനും. അതും കൂടെ നിർത്തി കഴിഞ്ഞാൽ എന്റെ കട പൂട്ടിയത് തന്നെ. നിങ്ങളുടെ മാത്രമല്ല, ആ സരസുവിന്റെ കടയും പൂട്ടേണ്ടി വരും. വേണ്ട, സരസുവിനെ തൊട്ടുള്ള കളി ഇങ്ങോട്ട് വേണ്ട. എനിക്കും അത് തന്നെ പറയാനുള്ളത്. സരസുവിനെ തൊട്ടുള്ള കളിയൊന്നും വേണ്ട. നിർത്ത്. ഡേ അവന്മാര് പോയിട്ട് കുറെ നേരം ആയില്ലേ? നേരത്തെ വരുമെന്ന് പറഞ്ഞിട്ടല്ലേ പടത്തിന്റെ അരമണിക്കൂർ കട്ട് ചെയ്ത് കളഞ്ഞത്? അരമണിക്കൂർ കാണുന്നവർക്കത് മനസ്സിലാവില്ലേ? ഈടെ അരമണിക്കൂർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പടത്തിന്റെ സംവിധായകന് പോലും അറിയില്ല, പിന്നല്ലേ നാട്ടുകാർക്ക്. ചുമ്മാതല്ല, ആഴ്ചയിൽ 6 പടം ഓടുന്നത്. ആരോ വിളിക്കുന്നു. ആ ഭാഗ്യ അവന്മാരിതാ വരുന്നു. ഞാനൊരു 15 മിനിറ്റും കൂടെ റീല് കട്ട് ചെയ്തിട്ട് വരാം, എന്നിട്ട് വെള്ളം അടിക്കാം. അശ്വതിയോ? എന്താ അശ്വതി? ഞാനൊന്നും അറിഞ്ഞതല്ല. അമ്മാവൻ എന്തിനാ അങ്ങനെ ചെയ്തെന്നും എനിക്കറിയില്ല. നാൻസി വിളിച്ചപ്പോഴാണ് ഞാൻ എല്ലാം അറിഞ്ഞത്. അവിടെ എന്താ സംഭവിച്ചേ? ഞാൻ ഒരു ദിവസം തന്നെ വിളിച്ചിരുന്നു, പക്ഷെ നിന്റെ അമ്മാവനാ എടുത്തത്. ഞങ്ങൾ തമ്മിൽ ഉടക്കിയിട്ടാ ഫോൺ വെച്ചത്. എന്തിനാ വിളിച്ചത്? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യ? അത് പറയേ. എനിക്ക് അശ്വതി ഒന്ന് കാണണമായിരുന്നു. പൊന്മുളം തണ്ടിലുമ്മ നൽകുന്ന കുഞ്ഞിളം കാറ്റ് നീയെ, കരിരു കൊയ്യുന്ന വയല് നീന്തി കവിളിലുമ്മതാ കാറ്റേ. കളകളം പാടുമോളം കവിതയായി നിൻമൊഴി, മിഴികളിൽ നീലവാനം തളിരിടും മോഹവും. മകരമഞ്ഞിന്റെ കുളിരണിഞ്ഞു നീ അരികിൽ ഭാഷാരികേ. അഴകിന്റെ തേരേറിവാ. പൊന്മുളം തണ്ടിലുമ്മ നൽകുന്ന കുഞ്ഞിളം കാറ്റ് നീയെ, കതിര് കൊയ്യുന്ന വയല് നീന്തി കവിളിലുമ്മതാ കാറ്റേ. Jumta
നൽകുന്ന കുഞ്ഞിളം കാറ്റ് നീയേ കതിര് കൊയ്യുന്ന വയല് നീന്തി കവിളിലും അതാ കാറ്റേ ലോലമാമെന്റെ ഹൃദയ തന്ത്രയിൽ രാഗമാകുമോ നീ മധു നിറഞ്ഞൊരു ചഷകമിന്നു ഞാൻ പ്രിയനു മാത്രമേകാം മലരിന്റെ മാറിൽ തൂമഞ്ഞു പോലെ കുളിരേകി വാതി അനുരാഗമേകി കൺകളതിലൊണിഞ്ഞ രഹസ്യമോ ചൊല്ലു നീ പൂത്താലി അണിഞ്ഞു ചാരുന്നേ കണ്ടിലും നൽകുന്ന കുഞ്ഞിളം കാറ്റ് നീയെ കതിര് കൊയ്യുന്ന വയല് നീന്തി കവിളിലും അതാ കാറ്റേ എന്താ ആരാ ഫോണില്? അശ്വതിയാ. എന്താ കാര്യം? അടുത്ത തല്ലിനുള്ള വകുപ്പുണ്ടാക്കി വെക്കാൻ പോകുന്നു. അല്ല പിന്നെ ഇനി എന്താ പരിപാടി? അവളിനി അഭിനയിക്കണ്ട. ഞാൻ അവളെ വിളിച്ചോണ്ട് വരാൻ പോവാ. കൊള്ളാമടാ, നീ ഇപ്പഴെങ്കിലും സമ്മതിച്ചല്ലോ. ഞാനുണ്ടടാ നിന്റെ കൂടെ. ഞാൻ മാത്രമല്ല, ഞങ്ങളും. മക്കളെ, ഈ അണ്ണനെ മാത്രം മറന്നു കളയല്ലേ. ഇല്ല, നിങ്ങൾ കൂട്ടായി, എനിക്ക് കൂട്ടില്ലേ? എനിക്ക് കൂട്ടായി. ഇതുകൊണ്ട് ഫിറ്റാക്കി തരയണമേ. Yes, sir. I will do it, sir. I'll catch the criminals, sir. Okay, sir. Thank you. A B C D E F G H I J K L M N P. Sir. Yes. Good morning, sir. யார் நீங்க? உங்களுக்கு என்ன வேணும்? அன்னைக்கு ஷூட்டிங் வந்திருந்தீங்களே. எந்த ஷூட்டிங்? 1000 ரூபாய் வாங்குனீங்களே. ஓ, 1000 rupees ஷூட்டிங். ஷூட்டிங் பண்ணதுக்குள்ள பெர்மிஷன். பெர்மிஷன்? ஆமா. போட்டோ டி. எஸ் சார். அந்த போட்டோ எடு. ஓகே சார். நீங்க எனக்கு 1000 rupees பிரேப் கொடுத்த போட்டோ இதுதானே? 420. எஸ் சார். இவங்க எல்லாரையும் செல்லுக்குள்ள கூட்டிட்டு போ. ஓகே சார். செல்லுக்கா? எதுக்கு? உங்களுக்கு பார்ட்டி வைக்க போறாரு. வாங்க சார். கோ இன்சைட் ஃபாஸ்ட். வாங்கயா சீக்கிரம். வேடிக்கை பார்த்துட்டு இருக்கீங்க, அங்க வந்து நில்லுங்க. ഇതെന്ത് റൂമാ സാറേ? അയ്യോ, ഇതെന്താ സാറേ? ഡെഡ് ബോഡി. അയ്യോ. Sit down. Sit down properly. സാറേ, അത് ബോഡിയല്ല, ബോട്ടിലാ. Come on, take it. Sip it. ஒரு சான்ஸ் வேணும். எனக்கு ஒரு சான்ஸ் வேணும். சான்ஸா? ஆமா சார். நான் சின்ன வயசுல இருந்தே நடிகனாக தான் சார் ரொம்ப ஆசைப்பட்டேன். அதுக்காகத்தான் சார் பாடியை சூப்பராக டெவலப் பண்ணி வச்சிருந்தேன். பட் என்னவோ ஃப்ளூக்கில் எஸ்ஐ ஜாப் கிடச்சிருச்சு சார். பட் நீங்கள் எனக்கு ஒரு சான்ஸ் கொடுத்தீங்கன்னா நான் நடிகன் ஆயிடுவேன் சார். ப்ளீஸ் சார். தம்பி. யார் சார் தம்பி? உன்னதாயா? நானா? நீ தானே சான்ஸ் கேட்ட? சார். எழு. ഹൈറ്റ് ഓക്കെ സാർ. പ്രൊഫൈൽ ഡബിൾ ഓക്കെ സാർ. ഫേസ് വിட பேஸ் எக்ஸ்பிரஷன் சூப்பர். என்னையே இது? எனக்கு 6 பேக் இல்லையே சார். 6 பேக்? ஆமா சார். அது கடையில இருந்து வாங்கி போட்டுக்கலாம்யா. ஏதோ ஒன்னு நடிச்சு காட்டு. இதோ சார். இப்ப காட்டுறேன் சார். എന്റെ സോദര, ഉനക്ക് ബോഡി വൈഡായിരുന്നാലും മൈൻഡ് ചൈൽഡ് മാതിരി ഇരിക്കണം. ഹെഡ് ബാൾഡായിരുന്നാലും പക്ഷേ ബ്രെയിൻ ബോൾഡായിരിക്കണം. ഏജ് ഓൾഡായിരുന്നാലും ഹാർട്ട് ഗോൾഡായിരിക്കണം. സാധാ ഗോൾഡല്ല, ബാർബാർ മലബാർ ഗോൾഡ്. என்னடா இது? லாலே இப்ப ஸ்டைலே மாத்தி இருக்கு. வேற ஏதாவது பண்ணு. കോമൺ സെൻസ് ഇരിക്കാടാ ഉനക്ക്. ഇന്ത്യ ഇസ് മൈ നേഷനടാ.
നോർത്തിലെ ഹിമാലയാസ്ഡാ, സൗത്തിൽ ഇന്ത്യൻ ഓഷൻ, ഈസ്റ്റിലെ ബേ ഓഫ് ബംഗാളടാ, വെസ്റ്റിൽ എന്നാ നിനക്ക് തെരിയുമാടാ, ഉനക്ക് തെരിയുമാടാ, കേരളമാടാ എന്റെ കേരളം. இது மம்முட்டி பார்த்தா வாழ்க்கையே வெறுத்துடுவாங்க. வேற ஏதாவது பண்ணு. இதோ வரேன். எஸ்ஐ ஒரு லூஸ் மாதிரி இருக்கடா. എന്തായാലും ശരി, ആ ലെറ്റർ വാങ്ങാൻ മറക്കണ്ട. Betty got some butter. The butter was bitter. To make the bitter butter better better, he bought some better butter to make the bitter butter better better. I am Yediran. I want some acting chance. Ha 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 ha. எப்படி சார் எந்திரன் ஆக்டிங்? சூப்பர் சார். உங்ககிட்ட ஒரு லோரி லோடு ஆக்டிங் டேலண்ட். Thank you சார். ஆனா இந்த படத்துல அது பத்தாது சார். ஆனா என் படத்துல ஒரு ரோல் இருக்கு. அத பண்றேன். கண்டிப்பா பண்றேன் சார். இது பாரு, அந்த கோடீஸ்வரன் ரோல் അത് ഓവർ പെർഫോമൻസ് വേണമെന്ന് പറഞ്ഞിട്ട് ആരും വരുന്നില്ല സാർ. എല്ലാവരും சார் நான் பண்றேன் சார் அந்த கேரக்டரை. உனக்கு ஆமா சார். எப்ப சார் ஷூட்டிங்? நாளைக்கு ஷூட்டிங்கா? டேய் ஐ வெரி லக்கிடா. நாளைக்கு காலைல ஒரு விஐபி ஃபாரின் போறாரு, அதுக்கு நீங்க தான் செக்யூரிட்டி. எந்த விஐபி ஃபாரின் போனாலும் சரி, யூரின் போனாலும் சரி, இனிமே செக்யூரிட்டி வேலையில நான் பார்க்க மாட்டேன். இப்பவே போய் என்னுடைய மெடிக்கல் லீவை டைப் பண்ணு போ. ஆல் ஓகே சார். இத பாரு சார், நாளை வரும்போது ஷூட்டிங் பெர்மிஷனோட லெட்டர். ஆமா சார். நீயே டைப் பண்ணு. சார் நானே டைப் பண்ணி ஸ்பாட்ல கொண்டு தரேன் சார். ஓகே சார். சார் என் வாழ்க்கையில விளக்கேற்றி வைக்க போறேன் சார். ஒரு செகண்ட் சார், தப்பா எடுத்துக்கூடாது சார். ஃபர்ஸ்ட் டைம் நான் கேமரா முன்னாடி நிற்க போறேன் சார். என்னுடைய ஃபேஸை கொஞ்சம் ஃபேஷியல் பண்ணி அப்கிரேட் பண்ணி எடுத்து வரட்டுமா சார்? நோ 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 நோ, உன் எக்ஸ்பிரஷனே மங்கி போயிடும். வேணாம் சார். ஆமாயா? வேணாம் சார். இத பாரு சார், இந்த ட்ரிங்க்ஸ் எல்லாம் பேக் பண்ணி அப்படியே ரூம் கொண்டு வந்து. ஓகே ஓகே சார். கம் ஆன். ஓகே. പൂങ്കാറ്റിൻ തേരേറി വാ, പൊന്നോട കുഴലൂതി വാ. മനസ്സിൽ നിന്നകലുന്ന നിലവിന്റെ കടലാസിൽ ഒഴിയുന്ന നിമിഷങ്ങളെ മിന്നും പൊൻതാരം പോലെ മാനത്തെ പൂന്തോപ്പും തേടി തങ്കത്തേരിൽ പോയിടാ. താളം പോലെ മേളം പോലെ മിന്നിപ്പായും മിന്നൽ ചിറകിൽ സ്വർഗം തേടും ഒന്നായി നമ്മൾ. നന്നാരം ചൊല്ലി ചൊല്ലി പോകുമ്പോൾ നക്ഷത്ര പൂവാരി ചൂടും നമ്മൾ. മന്ദാരം പൂക്കും കാട്ടിൽ മാണിക്യം മിന്നും മേട്ടിൽ മുത്തും തേടി പോയിടാ. Cut it. Okay sir. എന്തോ അനുരാധ വെറുതെ ഒന്ന് നോക്കിപ്പോയതാ സാർ. അല്ല, നിങ്ങളുടെ വണ്ടി ഷൂട്ടിംഗ് ഒന്ന് തരാമോ? അയ്യോ അത് ബുദ്ധിമുട്ടാ സാറേ. ഇന്ന് രാത്രി തന്നെ ഞങ്ങൾക്ക് തിരിച്ചു പോകണം. കേട് വരുത്തില്ലെന്നേ. വേണ്ട, ഐസിയും തരാലോ. കുറച്ച് ദിവസത്തേക്കല്ലേ നിങ്ങളൊക്കെ സഹായിച്ചില്ലെങ്കിൽ. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. വണ്ടി ഓക്കെ.
ചാച്ചപ്പൻ പറഞ്ഞതാ ശരി. ശരിയാടാ, സിനിമയെ കാണുന്നത് പോലെ അതല്ലടാ, ഒരു ജീപ്പ് പോലും ഇല്ലാത്ത തട്ടിക്കൂട്ട് സെറ്റപ്പാ. അരവിന്ദ് ദേഷ്യപ്പെടാനോ വിഷമിക്കാനോ വേണ്ടി പറഞ്ഞതല്ല. എനിക്ക് ഈ പടം കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. ഓ, നിന്റെ ഒരു പടം. എന്റെ പെണ്ണെ, നീ എന്തിനാ ഈ സിനിമയിലൊക്കെ അഭിനയിക്കുന്നത്? എന്റെ കാര്യങ്ങൾ നിന്റെ കാര്യങ്ങളെല്ലാം എനിക്കറിയാം. അരവിന്ദിനോട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ സിനിമയിൽ ഒരു പ്രധാന ക്യാരക്ടറിനെ അവതരിപ്പിക്കുക. പെട്ടെന്ന് ഞാൻ ഈ സിനിമ നിർത്തി പോയി കഴിഞ്ഞാൽ ഇതിൽ വിശ്വാസം അർപ്പിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ ശാപം എന്നും നമ്മളെ പിന്തുടരും. ശരി, എല്ലാം നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. വാ. ഞാനും വിചാരിച്ചില്ല. അയ്യോ, അമ്മിഞ്ഞയും കുടിച്ച് കിടക്കേണ്ട ഒരു പ്രായം. ഇത് അരവിന്ദനൊന്ന് കാണിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ടോണി, എണീക്കടാ. എണീക്കടാ പോലെ. എന്തുവാടാ, നീ സ്വപ്നം കാണുമായിരുന്നോ? അളിയ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? എന്തോ കാര്യം? അനുരാധയ്ക്ക് എന്നോടൊരു ചായ്വില്ലേന്നൊരു സംശയം. ചായ്വ് സംശയിക്കാനൊന്നുമില്ല. നിനക്കൊരു ചായ്വുണ്ട്, അതിപ്പ തീരും. അരവിന്ദനെ ഫോൺ ചെയ്തായിരുന്നു. അമ്മേ, ദേഷ്യപ്പെട്ട അവൻ ഫോൺ കട്ട് ചെയ്തേ. ശരിക്കും ദേഷ്യപ്പെട്ടോ? അളിയാ, നീ അശ്വതിയെ കണ്ട? വാ തുറന്നു കാര്യം പറയടേ. എന്തായി കാര്യങ്ങളൊക്കെ? നിന്റെ കാര്യം ഓർത്ത് എത്ര നേരം ടെൻഷനായിട്ട് ചിരിക്കാന്നറിയാവോ? എടാ, ഷൂട്ടിംഗ് കഴിയാതെ ഒരു കാര്യം നടക്കില്ല. ഈ സിനിമ കഴിഞ്ഞാൽ അവൾ എന്റെ കൂടെ വരും. അതാ, ഇതൊക്കെ കണ്ടിട്ടാടേ ഞാൻ ഈ പണി ഒപ്പിച്ചത്. എല്ലാം ഞാൻ മുൻകൂട്ടി കണ്ടിരുന്നു. തന്നെ തന്നെ. ആ സിനിമാക്കാര് വന്ന് എന്റെ കാല് പിടിച്ചടാ. ശരിക്കും? ഓ, എന്തോ കണ്ടിന്യൂറ്റിക്ക് വേണ്ടി നമ്മുടെ വണ്ടി ചോദിച്ചു. പാവങ്ങളല്ലേ എന്ന് വിചാരിച്ചു ഞാൻ വണ്ടി അങ്ങ് കൊടുത്തു. ഇടം അതുകൊണ്ടെന്താ, റൂമും കിട്ടി, കാശും കിട്ടും, ഫുഡും ഫ്രീ. ബുദ്ധി ബുദ്ധി. പക്ഷെ അളിയാ, താങ്ക്സ്. அடியா கோடீஸ்வரன் கேரக்டர் உங்களால பண்ண முடியுமா சார்? என்ன சொன்ன? லைஃப்ல ஃபர்ஸ்ட் டைம் ஃபர்ஸ்ட் ஷாட் கோடீஸ்வரன் கேரக்டர் கிடைக்கிறதுக்கு ஒரு அதிர்ஷ்டம் வேணும்டா. அது எனக்கு கிடைச்சிருக்கு. உங்களால முடியுமா சார்? முடியும் மாவா. ஹாய் அக்கி, how are you? அக்கி யார் சார்? அனில் அம்பானி. வரும்போது முக்கிய ஆபீஸ் கூட்டு வந்துரு. முக்கிய யார் சார்? முகேஷ் அம்பானி. ரெண்டு பேரும் வந்துட்டீங்கன்னா அந்த 5000 crore டீல ஆபீஸ்ல வச்சே ஓகே பண்ணிடலாம். ஓகே? அப்புறம் அக்கி முக்கி லைன் கட் ஆயிடுச்சு. நீங்க ஆபீஸ் வரும்போது நம்ம ஆபீஸ் கேட்ல பில் கேட்ஸ் பக்கத்துலயே பில்லோட வெயிட் பண்ணிட்டு இருக்காரு. அவர்கிட்ட நம்ம 10,000 கம்ப்யூட்டர்ஸ் வாங்கணும்ல, அந்த அமௌண்ட்டை செட்டில் பண்ணிட்டு உள்ள வாங்க. அப்புறமா விஜய் மலை அக்கவுண்ட்ல இருந்து நாம அதை கழிச்சுக்கலாம். ஓகே? எப்படி? சூப்பர் சார். ഇത് വേണം. സാർ, ഐ ലവ് യു. സാർ, സാർ എനിക്ക് അഭിനയിക്കാൻ ഒരു ചാൻസ്. സാർ, എനിക്ക് അഭിനയിക്കാൻ ഒരു ചാൻസ്. അഭിനയിക്ക തരുമാ? ഞാൻ ഭയങ്കര അഭിനയല്ലേ. இந்த ஃபிலிமே ரோல் ஒண்ணுமே கிடைக்காது. ஆனா ஃபைட் சீன் சின்ன ரோல் இருக்கு. മതി, അത് മതി സാർ. എനിക്ക് ഈ തലയൊന്ന് കാണിച്ചാ മതി. அப்படியா? നീ വാ, വലിയ ഉപകാരം. நீ நல்லா நடிக்கணும். ஏ சோமராஜ், இங்க வா. இது நம்ம ஆளு. இந்த ப்ராப்பர்ட்டி உனக்கு தான். கூட்டிட்டு போ. போயிடு. ஐயோ, இந்த தண்டால ഞാൻ നിന്നെ അടിக்க പോறேன். அப்ப அவர் கொஞ்சம் தாழ். நீ பேக் இன் தண்டை பிடிச்சா போதும். ശരി മാസ്റ്റർ. சரியா? ശരി. ஓகே 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 ஓகே. ரைட்ல நான் அப்படியே ட்ராக் பண்ணி வரும்பா அந்த கேரக்டர் அங்க இருந்தே வராங்க ஆச்சுல வந்து அப்பதான் அது வந்து அது வந்து மாஸ்கா அங்க இருந்து வந்து இல்ல சார் கிடைக்காதே സാറേ സമയത്രേ? இது பாரு സാർ, ആ ചാനലൊന്ന് മാറ്റുമോ? ചാനലാ? സ്കോർ അറിയാനാണേ. ஸ்கோரா யார் என்ன கண்ண இது கிரிக்கெட் கிரவுண்ட் சொல்லிடமா
ഭാഗ്യം എല്ലാരും കണ്ടു. എന്നാൽ ഇവന്മാരുടെ ഒരു ജാടേ, അതെങ്ങനെയാ ക്രിക്കറ്റ് കളി അറിയാത്തമാരോട് സ്കോർ വെക്കാൻ പോയ ഇങ്ങനെ ഇരിക്കും. കർത്താവേ റീത്ത് ലവശവമായ ചേട്ടാ റീത്ത്. ഹായ് ബിരിയാണി. നിനക്ക് എവിടുന്നാ ബിരിയാണി? ബിരിയാണി അതാ ഡയറക്ടർക്ക് കൈ കൊടുത്താടാ. ഇതെന്താടാ എന്തുപറ്റി? ഒന്ന് തല കാണിച്ചതാ. നീ ഷവായിട്ടാണ് അഭിനയിച്ചത്. 2 പഞ്ഞിയുടെ കുറവേ ഉള്ളൂ. എന്തോ വലുത് വരാനിരുന്നതാ, തല തട്ടിപ്പോയെന്നേ ഉള്ളൂ. யார் இவனெல்லாம் உள்ள விட்டு? என்னப்பா சௌக்கியமா? വരൂ, ഇരിക്കാം സാർ. സാർ சார் ஞாபகம் இருக்காடா? சார் அங்கே நின்று பேசலாமே. நான் என்னடா கேனா நினைச்சா? நீ இதை புடுங்கிறதுக்கல்லடா நான் வியாபாரம் பண்றது. கூப்பிட்டா நீ எடுக்க மாட்டாலே. அது வந்து தெரியும்டா தெரியும், நீ பெரிய பிஸி மேன். செல்வா, எவ்வளோட அவன் தர வேண்டிய பணம்? 3 கோடி சார். கேட்டியா? செல்வன் சொல்றது கேட்டியா? 2 வருஷம் ஆச்சுடா. சார் இந்த படம் கூட ஒன்று ஃபினிஷ் பண்ணிட்டோம். இதுதான்டா நீ முன்னாடி சொன்ன. செல்வா சார் பேச மாட்டாரா? சார் முன்னாடி படம் மாதிரி இல்லை. இந்த சப்ஜெக்ட்ல எனக்கு பெரிய கான்ஃபிடன்ஸ் இருக்கு. இந்த படத்துக்கு டைரக்டரும் ப்ரொடியூசரும் நான் தான். இந்த படத்தோட ரிலீஸ் வரைக்கும் கொஞ்சம் டைம் கொடுங்க. பெரிய கான்ஃபிடன்ஸ். முன்னாடி 2 படம் ஃப்ளாப் பண்ணி நிக்கிறது பாரு. செல்வா, இந்த கடங்கேறி ஆளுகளுக்கு ஒரு புதுசா ஸ்டைல் இருக்குல்ல, என்ன அது? சூசைடு சார். தற்கொலை. டேய், எவ்வளோட அதனுக்கு குழந்தை? 3 சார். கவலைப்பட வேண்டாம், நம்ம பசங்க பக்கத்துல இருப்ப. இப்ப போறேன். சொன்னதெல்லாம் ஞாபகத்துக்கு வச்சுக்கோ. எவ்வளோட அதனுக்கு குழந்தை? சொன்னதெல்லாம் ஞாபகத்துக்கு வச்சுக்கோ. சார் சார் என்னடா? சார் எல்லாருமே சாப்பிட்டாச்சு. அல்லாத மேடம் கண்டிப்பா போகணும்னு சொல்றேன் சார். அப்புறம் ஷூட் பண்றது இந்த சீன் சார். ஏன்டா இவ எல்லாம் என்ன இளவெடுக்கிறா? பேக்கப் பண்ண சொல்லு சார். பேக்கப் பண்ண சொல்லுடா. അതെ അതെ, നാളെ തന്നെ ഞാൻ വിളിക്കാം. എന്താടോ? സാർ പാക്കപ്പ് ചൊല്ലിയാச்சு. ശരി. പാക്കപ്പ് പാക്കപ്പ് പാക്കപ്പാ പാക്കപ്പ്. സാർ എന്താ സാർ ഒരു ടെൻഷൻ? என் ப்ராப்ளம் எல்லாம் உனக்கு தெரியல. സാർ ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് റിയാസ് ഖാൻ ഒരു ആക്സിഡന്റ് പറ്റി. ആകെപ്പാടെ പ്രശ്നങ്ങളാണല്ലോ സാറേ. എല്ലാം ഏൻ സമയദോഷണ്ടാ. അതാ സാർ ഞാൻ പറഞ്ഞത്, നമുക്ക് ഒന്നും കൂടി ആ സാമിയെ പോയി കാണാം. ശരിയാകുമോ? ശരിയാവും സാറേ. സാമി പറഞ്ഞ ഒരു കാര്യവും ഇന്നേ വരെ തെറ്റിയിട്ടില്ല. നമ്മുടെ അനുഭവം തന്നെ നോക്കാലോ. കഴിഞ്ഞ തവണ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ല. അതിനുള്ള അനുഭവം കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് നാളെ തന്നെ അദ്ദേഹത്തെ പോയി കാണാം. എന്നിട്ട് മതി ഷൂട്ടിംഗ്.
ഓക്കെ. ആഗമനോദ്ദേശം വളരെ പ്രതീക്ഷയോടെടുത്ത 2 പടങ്ങളും പരാജയപ്പെട്ടു. എന്നിട്ടും എന്റെ വാക്കിന് വില കൽപ്പിക്കാതെ നീ മുന്നോട്ട് ശ്രമിക്കാഞ്ഞിട്ടല്ല സ്വാമി. ഇപ്പോ നീ അനുഭവിക്കുന്നതെല്ലാം നിന്റെ മുജ്ജന്മ ശാപഫലങ്ങളാണ്. സ്വാമി, എന്തെങ്കിലും ഒരു പരിഹാരം? പരിഹാരം മുൻപ് പറഞ്ഞിട്ടുള്ളത് തന്നെ. നരബലി. ശരിയാണ്, നീ ശ്രമിക്കാഞ്ഞിട്ടല്ല. അന്ന് നീ തേടി നടന്നെങ്കിലും നിനക്കത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷെ ഇപ്പോൾ അത് നിന്നെ തേടിയെത്തിയിരിക്കുന്നു. കോടാനുകോടി നക്ഷത്രങ്ങളിൽ നീ തേടി നടന്ന നക്ഷത്രം ഇന്ന് നിന്റെ അരികിലുണ്ട്. ജന്മനക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രം, ബലി നൽകേണ്ട കന്യകയുടെ നക്ഷത്രം. ബുദ്ധിപൂർവ്വം ചിന്തിക്കുക, അവളുടെ നാമം തന്നെ നക്ഷത്രത്തിനും. പ്രതിസന്ധികൾ പലതും നിനക്ക് നേരിടേണ്ടി വരും. പ്രവൃത്തിയല്ല, ലക്ഷ്യമാണ് പ്രധാനം. ഭയപ്പെടേണ്ട, വിജയം നിനക്ക് തന്നെ. അവൾ ബലി നൽകപ്പെടണം. ഏത് വഴിയും നിനക്ക് സ്വീകരിക്കാം. ഓക്കെ അശ്വതി, മജ സൂപ്പർഡാ. ഓക്കേടാ അശ്വതി, സൂപ്പർ. താങ്ക് യു സർ. പരമാനന്ദ സാർ. സർ നെക്സ്റ്റ് സീൻ. അടുത്ത സീനെ പാറടാ. ഇതിലേ ഇല്ല സാർ. ഇല്ല, നീ പോയിക്കോ. ഓക്കെ സർ. ഓക്കെ.
பரவாயில்ல ஃபர்ஸ்ட் ஷாட்ல அனுராதா அங்க இருந்தா கேமரா அங்க வச்சு ரைட்ல போய் ஃபாலோ பண்ணு. ஷிட். ஹலோ எங்க போற நீ? Whom do you think I am? I'm not a bloody junior artist, okay? I'm a leading artist. So? मैं जा रही हूँ. I'm not interested in working with you people anymore. சரி போ. ஆனா remember one thing. You have signed your next 3 projects with me. மூணுலயும் நீ இருக்க மாட்டே. Mind it. I'll see to it that you never work in a film again. நான் யாரும் தெரியுமா? இந்த இண்டஸ்ட்ரியில நான் யாரும் தெரியுமா? What is this? இப்படி ஒரு ஆர்டிஸ்ட் பிஹேவ் பண்ணா? Anu, what is your problem? Sir, this is unfair. Why didn't you tell me about the change in the character? I don't want to work as a second heroine in this film. I'm sorry. அது வந்து ஸ்டோரியில ஒரு சின்ன சேஞ்ச். எனக்கு உங்ககிட்ட சொல்ல டைம் கிடைக்கல. See, Ashwati is going to be killed in this story. அவன் இந்த ஸ்டோரியில சாவ போறா. இல்லையா? That's the story. யோசிச்சு பாரு. நான் உன்னை எதுக்காக செகண்ட் ஹீரோயின் ஆக்கணும்? You are a valuable artist. உனக்கு நிறைய ஃபேன்ஸ் இருக்கு. Not like her. I'm sorry, sir. Come on, cheer up. ആ ഹോട്ടലിന്റെ ബിൽസ് ഒക്കെ ഇന്ന് തന്നെ ഒന്ന് സെറ്റിൽ ചെയ്തേക്കാം. പിന്നെ ആ ഡ്രൈവേഴ്സിന്റെ ബിൽ എന്താ സെറ്റിൽ ചെയ്യും. കുറെ ദിവസമായി അവിടെ കിടന്ന് ബഹളം വെക്കുന്നു. നീ എന്നെ നോക്കണേ. ആരാ സാർ അത്? നമ്മുടെ നായകനാ റിയാസ് ഖാൻ. ദൈവമേ അവന്റെ ഒക്കെ ഒരു ഭാഗ്യം നോക്കണം. എന്നാ ഇതുപോലൊക്കെ ഒരു കാരവാനിൽ കയറാൻ പറ്റും. ഇപ്പൊ ടോട്ടൽ എത്രേ? குட் மார்னிங் சார். குட் மார்னிங் ரியாஸ், எப்படி இருக்கு? நல்லா இருக்கு சார். ஹாஸ்பிட்டலில் கிடந்த ஒரு டயர்ட்னஸ். ஆர் யூ பெர்ஃபெக்ட்லி ஓகே நவ? ஐ அம் பெர்ஃபெக்ட்லி ஓகே. ஓகே ஷூர். இத பாரு, அங்க தான் ஷாட். ஒரு சின்ன சீன் மட்டும் தான் இருக்கு. நோ ப்ராப்ளம். ஓகே ஓகே டேக் ஓகே சரி. എന്റെ പൊന്നളിയാ ഒന്ന് കാണട്ടാ. ഒന്ന് ചുമ്മാ ചായ വേണ്ട, എടുത്തോടെ, ഫ്രീ ആയിട്ട് കിട്ടുന്നതാ. எங்கேயோ பார்த்த மாதிரி இருக்கடா. அழியா நீ தமிழும் படிச்சோ? ஓய், நான் ஒரு வாட்டி முடிவு பண்ணிட்டா என் பேச்சு நானே கேட்க மாட்டேன். എന്നിട്ട് டேய் இங்க ஒரு டீ. யூனிஃபார்ம் நாசம் பண்ணிட்டான். ஹாய், தமிழ்நாடு சிங்கம். புரியலையே, ரொம்ப டிஃபரெண்டான கெட்டப் கொடுத்துருக்காங்க. ஒருவேளை கதையும் டிஃபரெண்டா இருக்கும் போல. சார் சார் சூப்பர் கெட் சார். வணக்கம் சார். இத பாரு, ஆக்ஷன் சொன்ன உடனே அப்படியே கேமரா பார்த்து அம்மா தாயேன்னு சொல்லணும். சார், கோடீஸ்வரன் கேரக்டர் சொல்லி கூட்டு வந்தாங்களே சார், இப்ப என்னடானா பிச்சைக்காரன் கிட்ட போட்டு விட்டாங்களே. ஒருவேளை பிச்சைக்காரனா இருந்து அப்படியே கோடீஸ்வரனா மாறுற மாதிரி ஸ்டோரி டெவலப் ஆகுதா சார்? கோடீஸ்வரங்கிறது உன் பேரு, பிச்சை எடுக்கிறது தான் உன் தொழில். கேமராமேன். அடா பாவிகளா, பிச்சைக்காரனுக்காடா கோடீஸ்வரன் பேர் வைக்கிறீங்க? நல்லா வைக்கிறீங்கடா பேரு. ஐயோ, எப்படி இருந்தனா இப்படி ஆயிட்டனே. இந்த பிசி வேற பாக்குறான், வெளியில போய் டெலிகாஸ்ட் பண்ணிடுவானா? ஸ்டெயிலா அக்கி முக்கின்னு இப்ப பக்கி மாதிரி உட்கார வச்சிருக்காங்க. ரெடி சார். ரோலிங் ஆக்ஷன். அம்மா தாயே, சார் பிச்சை போடுங்க சார். சார் ப்ளீஸ் சார், பிச்சை போடுங்க சார். உங்க ஐட்டமா சார் இது? போடுங்க சார். ஹலோ, என்ன போட்டிருக்க நீ? 50 பைசா.
என் சர்வீஸ்ல 50-100க்கு குறைஞ்சு வாங்கினதே இல்லடா நானு. சார், என்னையா இல்ல பேசுற சார். சிங்கம்? ஸ்கிரிப்ட்ல இருக்க பேசு. இது பாரு. அம்மா தாயே. என்னடா வாய்ஸ் ஓவரா இருக்கு? அது ஒண்ணுல பின்னாடி இருந்து வருது சார். பின்னாடில இருந்து கேஸ் தான வரும். என்னடா வாய்ஸ் வருது? இல்ல சார், இது வயர்லெஸ் சார். ஒரு எமர்ஜென்சிக்காக வச்சிருக்கேன். எமர்ஜென்சிக்கு மேடம். ப்ரொடக்ஷன் பாய். சார் வாயா. நான் வந்துட்டேன். இத வச்சுக்கோ. டேக். பத்திரமா வச்சுக்கோப்பா. ஓகே. சார் ரெடி சார், நான் ரெடி. ஒரு சஜஷன் ஒரு சொல்லுங்க. நிமிஷம் சார். நீங்க இன்ஸ்பெக்டர் சிங்கம் இந்த படம் பார்க்கும்போது எவன மாதிரி ஒருத்தனும் பிச்சை எடுக்க போறதில்லைன்னு மக்களுக்கு புரியணும். சிங்க காட்டுல நடக்கிறது நீங்க பாத்திருக்கா? சாரி சார், அப்படி பண்ணா நல்லா இருக்கு சார். யூ ஆர் கிரேட் டேலண்ட் மேன். சூப்பர். அதே மாதிரியே பண்றேன். போ. ஆக்ஷன். ஹேய், நீ சிங்கத்தை சினிமாவில் பார்த்திருப்ப, டிவியில பார்த்திருப்ப, போட்டோல பார்த்திருப்ப. ஆனா தனியா நின்னு பிச்சை எடுத்து பார்த்திருக்கியாடா? இப்ப பாடுறா. அம்மா தாயே. என்ன பண்றீங்க சார்? ஏன் சார்? யா, இஷ்டத்துக்கு என்னையா பேசிட்டு இருக்க? சார் ஒரு ஃபோர்ஸா இருக்கட்டுமேன்னு. என்னடா பிச்சைக்காரனுக்கு எதுக்குடா ஃபோர்ஸ்? வேண்டாமா சார்? வாயா. இதோ வரேன் சார். சார் ஒழுங்கா சொல்லி கொடுங்க சார். இதோ. வேஸ்ட். சார். என்னையா சிங்கம், இந்த கேரக்டர் உனக்கு சரி வராது. அப்புறம் ஏன்டா உளற? சார் அதுக்கு காரணம் இருக்கு சார். பாடியில் அங்கங்க அரிக்குது சார். டயலாக் பேசிட்டு சொரியுறதா இல்ல சொரிஞ்சிட்டு பேசுறதான்னு ஒரு கன்ஃபியூஷன் ஆகி போச்சு சார். ஏன் சார்? வந்து சாமி, என் யூனிஃபார்ம் திரும்பி கொடுக்க சொல்லுங்க சார். எனக்கு டியூட்டிக்கு போற டைம் ஆச்சு. யார் சார் இவரு? அவர் யூனிஃபார்ம்னு நான் போட்டிருக்க ட்ரெஸ்ஸை காட்டுறாரு. இந்த கேரக்டர் சூப்பரா ரியலிஸ்டிக்கா வரணும். ஆமா சார். அதுக்காக தான் அவன் ட்ரெஸ் வாங்கி உனக்கு கொடுத்துட்டேயா? அவர் ட்ரெஸ்ஸை நான் போட்டிருக்கேன். அவர் யார் சார்? அவன் தாயா பிச்சைக்கார. ஒரிஜினல் பிச்சைக்கார ட்ரெஸ்ஸை எனக்கு கொடுத்துருக்கீங்க. ஓவரா அரிக்கும் போது எனக்கு மைல்டா டவுட் வந்ததுடா. புதுசா இருக்க. நீ எந்த ஏரியாப்பா? R2 போலீஸ் ஸ்டேஷன். டேய், ஸ்டேஷன் வாசல்ல பிச்சை எடுக்கற. செருப்பு பிஞ்சிரும். அந்த இன்ஸ்பெக்டர் சிங்கமே நான் தான்டா. அதெல்லாம் இருக்கட்டும். டைம் ஆகுது எனக்கு. என் ட்ரெஸ்ஸே வேண்டாம். ஜட்டியாவது எடுத்து கொடு. நான் போட்டிருக்கிறது கூட பிச்சைக்காரன் ஜட்டி தானா? டைரக்டர் சார், ரியலிஸ்டிக்கா படம் எடுக்க வேண்டியதான். அதுக்காக இவ்வளவு ரியலிஸ்டிக்காவா? எனக்கு வேற கேரக்டர் கொடுக்கலனா ஷூட்டிங் நடத்த நான் பெர்மிஷன் தர மாட்டேன். ഇതുപോലുള്ള ഡ്രസ് ഇടാൻ എനിക്ക് താല്പര്യമില്ല. അമ്മ ഇത് പാട്ട് സീനക്കുള്ള ഡ്രസ് താ കൊഞ്ചം സെക്സിയാ വേണമെന്ന് ഡയറക്ടർ താൻ சொன்னாரு. ഞാൻ ആദ്യമേ ഡയറക്ടറോട് പറഞ്ഞത് ഇതൊന്നും പറ്റില്ലെന്ന്. என்ன பிரச்சனை? எதுக்கு என்ன கூப்பிட்ட? சார் இந்த Dress மேடம் போட மாட்டான்னு சொன்னாரு. என்ன அஸ்வதி, இத போடுறதுக்கு ஏதாவது ப்ராப்ளம் இருக்கா? சார் ப்ளீஸ். இல்லைன்னா வேணாம். உனக்கு சூட் ஆன ட்ரெஸ் போடு. ஓகே? ஏதாவது ப்ராப்ளம் இருந்தா கவலைப்பட வேண்டாம். நீ என்கிட்ட சொல்லு. பி கம்ஃபர்டபிள். ஓகே? குட் கேர்ள். ഇവന്മാർക്ക് രാത്രിയിലും ഷൂട്ടുണ്ടോ? കഥ എഴുതാ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടണം. എച്ചില് പാത്രവും കഴുകി ഇവനെന്താ അവിടെ മുറിയുടെ മുന്നിൽ? കഥ പുതിയ വഴിത്തിരിവിലേക്കോ? നീ എന്തിനാ മോളെ അവരോടൊക്കെ ദേഷ്യപ്പെടാൻ പോകുന്നത്? അവരൊക്കെ വലിയ ആളുകളല്ലേ. അമ്മ കണ്ടതല്ലേ ആ ഡ്രസ്സൊക്കെ? അതൊക്കെ ഞാൻ എങ്ങനെ ഇടാനാ? അത് ഇട്ടാൽ എന്താ? എന്നാ അമ്മ തന്നെ ഇട്. എനിക്ക് പറ്റില്ല. ഇട്ടേനേടി, ഞാൻ ഇട്ടേനെ. നിനക്ക് അഹങ്കാരമാ. നീ വലിയ ഏതോ നടിയായി പോയെന്നുള്ള അഹങ്കാരം. ഇതൊക്കെ അങ്ങ് മാറും. ഇപ്പോഴേ 4 കാശുണ്ടാക്കാൻ പറ്റൂ. എന്റെ മോളായിട്ട് അത് നശിപ്പിക്കരുത്. ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകാനാ ഭാവമെങ്കിലേ മോക്ക് വീട്ടിലിരിക്കാം. കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്താലേ ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതിനപ്പുറം എനിക്ക് പറ്റില്ല. ഇതിപ്പോ ഇവിടെ ആയതുകൊണ്ട് നിനക്ക് പറ്റി. നിന്റെ അടുത്ത പടേ തെലുങ്ക. അവിടെ ഈ പരിപാടിയൊന്നും നടക്കില്ല. തെലുങ്കോ? ആ തെലുങ്ക്. എന്താ കേട്ടിട്ടില്ലേ? അഡ്വാൻസ് വാങ്ങിച്ചു. ആരോട് ചോദിച്ചിട്ട് അഡ്വാൻസ് വാങ്ങിയത്? ആരോടാ ഞാൻ ചോദിക്കേണ്ടത്?
സിനിമയെ പറ്റി ഒരു കുന്തും അറിയാത്ത നിന്നെ തമിഴ് സിനിമയിലെ വരെ നായികയാക്കാൻ പറ്റുമെങ്കിലേ നിന്നെ കൊണ്ട് ഏത് ഭാഷയിൽ അഭിനയിപ്പിക്കാനും എനിക്കറിയാം. ഇനി ഞാൻ അഭിനയിക്കുന്നില്ലെങ്കിലോ? ഇവിടെ ഇന്ന് ഞാൻ അല്ല, നീ ആരോടെ ഈ സംസാരിക്കുന്നതെന്ന് എനിക്കറിയാമോ? സാവിത്രി, നിന്റെ മോക്കൊന്നും അറിയില്ല, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. എടി, എന്താ ഞാൻ നോക്കിട്ട് ആരാ? ചേട്ടാ മീശ അയ്യോ, ഇത് പാരമ്പര്യമായിട്ടുള്ളതാ. തമ്പി സാർ. സാറേ, ഇത് വെപ്പ് മീശയാണോ? മീശ മാത്രമല്ല, മുടിയും വെപ്പ. വിഗ് വിഗ് ആണോ? എനിക്ക് അപ്പോഴേ അറിയായിരുന്നു സാറാണെന്ന്. ശരിക്കും നിനക്കറിയായിരുന്നോ? അറിയായിരുന്നു, ഞാൻ അപ്പോഴേ അമ്മാരോട് പറഞ്ഞല്ലേ. ആണോ? പറഞ്ഞു. ഒരു SI ആയ എന്നെ കൊണ്ട് നീ ചായ അടുപ്പിച്ചല്ലടാ തെണ്ടി. നീയെ കൊത്തുന്ന പ്ലേറ്റ് ഒരു അമ്മാനെ കൊണ്ട് കഴിപ്പിച്ചു. സാർ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല സാർ, പറ്റിപ്പോയി, ക്ഷമിക്കണം. നിന്നെ നേരത്തെ നോക്കി വെച്ചിരിക്കായിരുന്നു. നിങ്ങളുടെ കേസുമായി ബന്ധപ്പെട്ടാണ് ഞാനിവിടെ വന്നത്. അശ്വതിയുടെ അമ്മാവനാണ് നിങ്ങളെ തല്ലിച്ചതെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷെ അയാൾക്കെതിരായിട്ട് തെളിവുകളില്ല. സർ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ തെളിവില്ലാത്ത ചില കേസുകൾക്ക് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പതിവുണ്ട്. എന്താ അത്? ഒരു പണി. എന്ത് പണി? ഇരുട്ടടി. ഇരുട്ടടിയോ? അത് പ്രശ്നമാവില്ലേ സർ? ഏയ്, ഒരു പ്രശ്നവുമില്ല. ഇത് ഭാരതത്തിന്റെ ഇതര സംസ്ഥാനങ്ങളിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു സമ്പ്രദായമാണ്. ക്രിസ്തുവിന് മുമ്പ് 8-ാം നൂറ്റാണ്ടിൽ കൊച്ചിയിലെ ഒരു സാമൂതിരിയായിരുന്ന ഉറാങ്ങൂട്ടാൻ തിരുവുൽപ്പാട് കൊണ്ടുവന്നതാണ് ഈ ഭരണപരിഷ്കാരം. വേലുത്തമ്പി തിളവാ പോലും കൊട്ടാരം വിട്ട് അമ്മച്ചി പ്ലാവി കയറിയിരുന്നത് വെള്ളക്കാരൻ ഇരുട്ടടി പേടിച്ചാണ്. വേലുത്തമ്പിയല്ല, മാർത്താണ്ഡവർമ്മ. ആരായാലും പ്ലാവി കയറിയതല്ലേ. പക്ഷേ പുതിയ രീതികളായ കരാട്ടെ, കുങ്ഫു, ജൂഡോ ഒക്കെ വന്നതിന് ശേഷം ഈ ഇരുട്ടടിക്ക് ഒരു മങ്ങലേറ്റു എന്നാണ് പലരും കരുതിയത്. നോനോ, പക്ഷെ ഇന്നും അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ ഇരുട്ടടി കൊടുക്കല്ലേ സാർ? കൊടുക്കണം. ഇല്ല സാർ, ഇവിടെ ഒരു 3 ദിവസത്തെ ഷൂട്ടിംഗ് കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കോളാം. ഡേറ്റ് ഒരു പ്രശ്നമേ അല്ല സാർ. അതിനുശേഷമേ വേറൊരു പ്രോജക്റ്റിനെ കുറിച്ച് ചിന്തിക്കുക പോലുള്ളൂ. ഓക്കെ സാർ, ഓക്കെ. என்ன சார் சிங்க இப்படி ராஜா கெட்டப்பே வருது? நம்ம கதையில ராஜா கெட்டப்பே இல்லை. காக்காக்கு காலில் ஒரு பிடி சாதம் வச்சா அது சாப்பிட்டு போயிடுவல்ல, அது மாதிரி 10 நிமிஷத்துக்கு முதல்ல இவனை வச்சு எடுத்துட்டேன்னு வச்சுக்கோ, அந்த தொல்லையே தொலைஞ்சது. அப்படியா? ஹலோ சார், how are you? சூப்பர் கெட்டப்பையா. ஆமா, இது என்ன கண்ணாடி? செங்கண்ணா, கண்ணில ஏதாவது வியாதி இருக்கா? இல்ல, ஒரு ஸ்டைலுக்காக இருக்கட்டுமேன்னு போட்டேன். கிண்ணுக்கு எதுக்கடா கூலிங் கிளாஸ்? கழட்டு. ஓகே, தேங்க் யூ. நீ இந்த சினிமாவில பழசி ராஜா மாதிரி ஒரு கேரக்டர் பண்ற சார். பழசி ராஜா இஸ் கிரேட் சார். நான் வெறும் பழசான ராஜா தானே சார். காமெடி காமெடி. நீ காமெடியனாவே படிக்கலாமே. வேண்டாம் சார், காமெடியன் வேண்டாம். எவ்வளவுதான் கஷ்டப்பட்டு லட்சக்கணக்கான மக்களை சிரிக்க வச்சாலும் காமெடியனுக்கு கடைசியில் நேஷனல் அவார்டு கொடுக்க மாட்டாங்க சார். அதனால கேரக்டர் பண்ணி அதுல நேஷனல் அவார்டு வாங்கணும், அதுதான் சார் என்னோட ஆசை. சூப்பர் ஆசையா? சபாஷ், பண்ணிக்கலாம். புடி. அம்மா, என்ன சார் இவ்வளவு வெயிட்? கடையில போட்டு காசு வாங்கிட்டு வரணுமா? இல்லை, இதுதான் நீ பேச வேண்டிய டயலாக். டயலாக்கா? ஐயோ, இவ்வளவு இருக்குதே, கஷ்டமா இருக்குமே சார். பாக்கிறதுக்கு தான் அப்படி இருக்கும். ஒரு வாட்டி நீ படிச்சுன்னு வச்சுக்கோ, நர்சரி ரைம் மாதிரி ரொம்ப ஈஸியா இருக்கும். நர்சரி ரைம் மாதிரி ஈஸி? தேங்க்யூ சார். நர்சரி ரைம் புரிஞ்சுக்கிட்டேன் சார். நீங்க டேக் போங்க சார், நான் ரெடி சார். ஓகே, ரெடி, எல்லாம் ரெடி. ஓகே சார், ஆக்ஷன். ஓகே சார். பிரியமுள்ள பிரஜைகளே, twinkle twinkle little star, how I wonder what you are, up above the world so high, like a diamond in the sky.
சார் என்னையா இது என்ன நர்சரி ரைம் மாதிரி சொன்ன நர்சரி ரைம் சொல்ற சார் இத பாரு இந்த வட்டி ஒழுங்கா டயலாக் சொல்லலன்னு வெச்சுக்கோ சரி சார் யூ ஆர் அவுட் ஐயோ கொடு சார் கொடுங்க படி சார் ஃபீல் கிளியரா எஸ் சார் 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 1 நிமிட் கொடுங்க சார் கொஞ்சம் பார்த்துக்கிறேன் ஐயோ இவ்வளவு இருக்குதே ஏப்பா பாய் ஒரு டீ கொண்டு வாப்பா கொண்டு வரேன் சார் 1 செகண்ட் சார் ப்ளீஸ் சார் சார் கொடுப்பா இவ்வளவு லேட்டா வருவ நீ நான் ஒரு சஜஷன் சொல்லட்டுமா நீ எனக்கு சொல்லி தொலை சார் நீங்க கிங் பேசுற மாதிரி பேசுங்க சிங்கம் பிச்சை எடுத்த மாதிரி ആയിടതല്ലേ சிங்கம் மாதிரி ஆகல சார் ഇത് എന്റെ രാജ്യം സമ്പന്നതയുടെ ഇരിപ്പിടം മാറ്റുരച്ചു നോക്കാനാവാത്ത മാണിക്യം സ്നേഹത്തിന്റെ വിളഭൂമി ആ വഞ്ചകർക്ക് അടിയറ വെക്കാൻ മാത്രം ദ്രോഹിയല്ല നാം ആരെവിടെ പേടിച്ചു ഞാൻ ഇവിടെ ஏண்டா எனக்கு தமிழே தடுமாறிக்கிட்டு இருக்குது நீ மலையாளத்தை கொண்டு உள்ள விடுறியா இது சரி வராது வேற சொல்லி தான் മലയാളത്തിലെ சொல்லி കൊടുക്കறேன் മലയാളமா அது என்ன பாஷா തമിഴും മലയാളവും കൂടി മിക്സ് ചെയ്ത ഒരു ഉളുള ശബ്ദം സൗണ്ട് சொல்லி கொடு உளுலா உளுலாய் உளுலா உளுலாய் உளுலா உளுலாய் உளுலா உளுலாய் உளுலாய் எப்படி இருக்கு சார் இத கொஞ்சம் புடி உளலா உளலாய் உளலா உளலாய் உளலா உளலாய் உளலா உளலாய் லிப்பு ப்ராப்ளம் வந்துடாதா சார் இது லாங் ஷாட் லிப்பு தெரியாது லிப்பு டப்பிங்ல அட்ஜஸ்ட் பண்ணிக்கலாம் அப்படியா சூப்பர் ஐடியா தம்பி உனக்கு நிறைய டேலண்ட் இருக்குது நீ காமெடி ட்ரை பண்ணினா பெரிய ரவுண்ட் வருவே டோன்ட் வரி டோன்ட் கெட் அப்செட் நான் ஹீரோ ஆகும்போது உன்னை நான் யூஸ் பண்ணிக்கிறேன் நீ போ கோ ஆல் தி பெஸ்ட் அது நான் பாத்துக்கிறேன் ஓகே சிங்கம் ரெடியா டைம் வேஸ்ட் பண்ணாதீங்க சார் டேக் போலாம் ஸ்டார்ட் ஆக்ஷன் உளலா உளலாய் உளலா உளலாய் உளலா உளலாய் உளலா உளல ஆய் வண்டர்ஃபுல் பிரமாதம் அது போதும் தேங்க் யூ சார் பியூட்டிஃபுல் இவனா அடி சக்க சார் சூப்பரா இருக்கு சார் டெம்பர் ஓகே போய் ஆப்பிள் ஜூஸ் எடுத்துட்டு வா போ ഞാൻ സ്ഥലം വിടുകയാണ് வண்டர்ஃபுல் தூள் பண்ணே சூப்பர் அப்புறம் டைரக்டர் நெக்ஸ்ட் ஷெட்யூல் எங்க வச்சிருக்கீங்க மாமியார் வீட்ல ജയിലാ എന്താ ഡയറക്ടർ സാർ ജയിലിന് പറഞ്ഞത് നെക്സ്റ്റ് ക്രൈം സബ്ജക്റ്റോ இப்பவே கிரைம் சப்ஜெக்ட் தான் இங்க பாரு யாரு மிஸ்டர் சிங்கம் எஸ் we are from CBI. சென்ட்ரல் பேங்க் ஆஃப் இந்தியா No, Central Bureau of Investigation. You are under arrest. எதுக்கு அண்டர்ல அரெஸ்ட் பண்றீங்க ஹரியானா கவர்னரை சுட்டுக் கொல்றதுக்கு ஆர்டர் பண்ணதுனாலே உங்களை அரெஸ்ட் பண்றோம். ஹரியானா கவர்னர் சுட்டுக் கொள்றதுக்கு நான் ஆர்டர் கொடுத்தனா சார் ஹரியானாவில் கவர்னர் இருக்குதே நீங்க சொல்லியா சார் எனக்கு தெரியும் போய் சொல்லாங்க உங்க வாக்கி டோக்கின் தானே ஆர்டர் கொடுத்திருக்கு நல்ல வேலை கையில் புல்லட் பாஞ்சதுனாலே கவர்னர் இஸ் சேஃப் நவ சார் ஏன் வாக்கி டாக்கி என் கையிலே இல்ல சார் ப்ரொடக்ஷன்ல சார் யாரோ ஒருத்தன் வாங்குனா யாரோ right yes sir he is my PC he will explain to you about turn sir எதுக்குடா இப்ப கமாண்ட் உங்களை ரிமைண்ட்ல வைக்கதான் about turn சார் இங்க பாருங்க வாக்கி டாக்கி பின்னாடி ஒளிச்சு வச்சிருக்காரு இதுல நான் என்ன சார் சொல்ல முடியும் சொருகிட்டானுங்க சார் பின்னாடி சொருகிட்டானுங்க ஒரு ப்ரொடக்ஷன் பாய் என் லைஃப் ரிடக்ஷன் பண்ணிட்டா சார் வண்டர்ஃபுல் இந்த பெர்ஃபார்மன்ஸ் தான் எதிர்பார்த்து ஆமா நான் வரேன் அவார்டு கிடைக்காதுடா ஜெயில்ல கருவாடு கிடைக்கும்டா ശരിക്കും എനിക്ക് മടുത്തു ഈ പ്രൊഫഷൻ ആർക്കും ആരോടും ഒരു സ്നേഹവും ഇല്ല അമ്മാവനാ എന്നെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത് അതിൻ്റെ കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ടാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ ഇപ്പം അമ്മ പോലും എന്നെ മനസ്സിലാക്കുന്നില്ല പണം ഉണ്ടാക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് ഞാനിപ്പോൾ ഏയ് നീ അത് കള എന്താ ചിരിക്കുന്നേ ഏയ് ഒന്നുമില്ല അമ്മാവൻ ഹോസ്പിറ്റലിലായത് ഒരു കണക്കിന് നമുക്ക് ഉപകാരമായി അതെങ്ങനെ ഇത്രയും നാളും നീ ഇവിടെ ഉണ്ടായിട്ടും മനസ്സ് തുറന്ന് സംസാരിക്കാനും കാണാനും പറ്റിയത് ഇപ്പോഴല്ലേ ശരിക്കും ഞാൻ നിന്നെ മിസ് ചെയ്യുന്നു അശ്വതി ഈ സിനിമയുടെ ഷൂട്ടിംഗ് നാളെ കൂടിയേ ഉള്ളൂ ഇനി ഞാൻ അഭിനയിക്കുന്നില്ല ഷൂട്ടിംഗ് കഴിഞ്ഞാൽ നമുക്ക് പോവാം ക്ലൈമാക്സോടെ എൻ്റെ റോൾ അവസാനിക്കും ആ അവസാനം നമ്മൾ ഒരുമിച്ചുള്ള ജീവിതത്തിന്റെ തുടക്കമാവട്ടെ ഷൂട്ട് കഴിഞ്ഞാൽ നീ എന്നെ വിളിച്ചാൽ മതി പോവാൻ റെഡിയായിട്ട് ഞാൻ ഉണ്ടാവും
பண்ணாத நான் முன்னாடியே சொல்லி ஒத்துக்க மாட்டாயா இந்த லவ் இருக்கு இந்த டயலாக் தேவை இத புடி போய் எழுதிட்டு வா போ ஒரு இளவும் தெரியல സാർ കാലക്കേട് മാറുന്നില്ലല്ലോ ഇന്നും മഴയുടെ ലക്ഷണ என்ன பண்றது സ്വാമിജി പറഞ്ഞ കാര്യം എന്താ സാർ നമ്മുടെ പ്ലാൻ எல்லாம் சரியாவும் நினைக்கிறேன் கண்ணா ட்ரைமாஸ் பிளான் பண்றதுக்கு மദ്രാസിൽ ஒரு ஆள் வரான் ദൈവമേ യുവന്മാര് പെട്ടെന്ന് ബ്രേക്ക് കിട്ടിയാൽ ഞാൻ ഏത് ജില്ലയിൽ പോയി നിൽക്കുമെന്തോ ഭാഗ്യം ഇതെവിടെ എത്തി കൊള്ളാലോ ഈ സ്ഥലം തട്ടുകട ഉണ്ട് അണ്ണാ 2 ബുൾസേ ഒരു പൊട്ടരുതേ അടിയിട്ടായിരുന്നാ മതി ചാച്ചപ്പൻ ക്യാൻസൽ അയ്യോ മക്കളെ എത്ര നാളായിടെ കണ്ടിട്ട് എടാ നിന്റെയൊക്കെ ചാച്ചപ്പൻ ഒരു മാറ്റം എന്താ ഇതിനൊരു കുഴപ്പം കുഴപ്പമൊന്നുമില്ല പക്ഷെ കൈലിയായിരുന്നു മാച്ച് എടാ കയ്യിൽ ഉടുത്ത് തന്നെ ഞാൻ വന്നത് നാഗർകോവിലിൽ ഒന്ന് വണ്ടി ഇറങ്ങിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കട്ടയടിച്ച് നിന്നപ്പോഴാണ് പെട്ടെന്ന് ഈ പടത്തിന്റെ പോസ്റ്റർ ഒട്ടിച്ചൊരു വണ്ടി ഇങ്ങനെ പാഞ്ഞു പോകുന്നത് ഒന്നും ചിന്തിച്ചില്ല ഓടി ആ വണ്ടിയുടെ ബാക്കിൽ അങ്ങ് ചാടി വീണു എവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞാലും അവസാനം ഈ ലൊക്കേഷനിൽ തന്നെ വന്നു ചേരുമെന്ന് എനിക്കറിയായിരുന്നു പക്ഷെ അവന്മാരുടെ ഒടുക്കത്തെ സ്പീഡ് കാരണം ഞാൻ ഉടുത്തിരുന്ന കൈലിയും പോയി എന്റെ മാനവും പോയി അപ്പൊ ഇത് എവിടുന്ന ഈ പാന്റ് ഇവിടെ കോസ്റ്റ്യൂം വണ്ടി അല്ലായിരുന്ന ഞാൻ അതിനകത്ത് കൈയിട്ടൊരു തുണി കഷ്ണം എടുത്തപ്പോ കറക്റ്റ് പാന്റ് നല്ല സൈസ് അപ്പൊ ഇനി സമയം കളയണ്ട ഞാനൊരു സാധനം കൊണ്ടുവന്നെ ഇത് എവിടെയാണ് ഇത് കാണും ആൾക്കാർ ശ്രദ്ധിക്കുന്നു മാറ്റി ശരി ഇനി അവർക്ക് എല്ലാവർക്കും കൂടെ കൊടുക്കാൻ തികയില്ല ഇത് നമുക്ക് മാത്രമേ നമുക്ക് രാത്രി അടിക്കാം മാന്യന്മാര് എന്നാ നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങൾ ഇവിടെ നിൽക്കി ഞാൻ ഈ ലൊക്കേഷൻ മുഴുവൻ ഒന്ന് കറങ്ങി കണ്ടിട്ട് വരട്ടെ ഇത് ലൊക്കേഷൻ കാണാനുള്ള പോക്കൊന്നും അല്ല അവന്മാർക്ക് ഇത് അങ്ങനെ പറയാം ഇത്രയും നേരം പിടിച്ചു നിന്ന അവസ്ഥ എനിക്കറിയാവും ഒരെണ്ണം വിടാതെ ഒരു രക്ഷയില്ല ഇതിലും വെള്ളമില്ലേ തമിഴ്നാട്ടിൽ ഇത്രയും വലിയ ക്ഷാമോ വെള്ളത്തിന് ആരോട് ചോദിക്കാം ഇനി ചുമ്മാ അതല്ല അവന്മാര് മുല്ലപ്പെരിയാറിന് വേണ്ടി മസിൽ പിടിക്കുന്നത് ചെറിയല്ലേ ചേച്ചി ഒരല്പം വെള്ളം കിട്ടും വെള്ളം ചോദിച്ചപ്പോ ഭൂരി ഇല്ലെന്ന് ഇനിയിപ്പോ തമിഴ് ചോദിക്കാത്തോണ്ടായിരിക്കും അണ്ണി കൊഞ്ചം തണ്ണി തരുമാ തണ്ണി വെള്ളം വെള്ളം എനിക്കിതില് മിക്സ് ചെയ്യാൻ വേണ്ടിട്ട് ഓ ചേച്ചിയുടെ പേരെന്താ സരസു ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതാണോ ഇല്ലേ ആണാ 3 കുളന്തകൾ ഇருக்கு 3 കുളന്തകളാ കൺഗ്രാറ്റുലേഷൻസ് പെണ്ണുങ്ങളായാൽ ഇങ്ങനെ തന്നെ വേണം ചേച്ചി പെണ്ണുങ്ങൾക്കെല്ലാം ഒരു മാതൃകയായിരിക്കട്ടെ നല്ല മിക്സ് சரி இப்படி கோஸ்ல வந்து பேன் பண்ணி அப்படி கட் பண்ணலாம் சரி இந்த பக்கம் அப்படியே எடுத்து அந்த எச்சமே கொஞ்சம் டவுன் മൊബൈലിൽ തുണ്ട് വല്ലതും കാണുകയാണ് എന്താ അതുകൂടെ തെറിയ ഒരു സിനിമ ഉണ്ടാക്കാൻ ഇത്രയും പേര് ഇവിടെ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുക ഇയാൾ ഇവിടെ ഇരുന്ന് ടിവിയും കണ്ടുകൊണ്ടിരിക്കുന്നു പരമ കഷ്ടം ഇതൊന്നും ബനിയം മാത്രം ആളുണ്ടായിരുന്നു സോറി അതെ പടത്തിൽ കണ്ണുവിടാതിരിക്കാൻ നിർത്തിയിരിക്കുകയാണ് എന്നാ സാർ അയ്യോ അതും കൈവിട്ടു പോയി ഈ തമിഴ്നാട്ടിൽ മൊത്തം തമിഴന്മാരെ ഉള്ള അതെ കുറെ നേരമല്ലോ ഇയാൾ കൈ കൊണ്ട് ഇങ്ങനെ വൃത്തിയോട് കാണിക്കുന്നു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താ എടേ ഞാനിതുള്ള കൈ കൊണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ച തന്നെ 2 എണ്ണം തലയിലായത് ഇവനൊക്കെ അടിയിട്ടാത്തിന്റെ കുഴപ്പ என்ன இது எவ்வளவு நேரம் ஆச்சு ஏ பரமானந்தா அங்க ரெடியான்னு பாரு ஏமா ரெடியா ரெடியா ஓகே டேக் ஃபீல் கிளியர் பண்ண சொல்லு ஓகே ஸ்டார்ட் கேமரா ரோலிங் சார் ஆக்ஷன் கட் என்னையா இது താൻ കട്ടിയൊന്നും വേണ്ട തിയേറ്ററിലിട്ട് ഞാൻ കട്ട് ചെയ്തോളാം யாரையா இவ നിന്റെ சாவு காட்டிய பிடிச்சு வெளியே தள்ளடா டேய் വെളിയെ അങ്ങനെ അവസാനം ഈ സിനിമ എന്റെ തിയേറ്ററിൽ തന്നെ വരൂടാ അപ്പോൾ ഞാൻ ഫുൾ ആയിട്ട് കട്ട് ചെയ്ത് കളയോടാ ഇയാൾ എന്തോടെ കാണിക്കുന്നത് നീ കറങ്ങി ചുറ്റാതെ പോടാ ഇവിടെ മാറി എന്നെ കൊല്ലുമെങ്കിൽ നോക്കിക്കോ കുറച്ച് വെളിയെ കൊടുങ്ങ അളിയാ മുങ്ങ ഈ സിനിമക്കാരെല്ലാം ഗുണ്ടകളാണോ ദേവി
சொல்லி சொல்லி விழிமொழி அள்ளி சொல்லன் கண்ணே பூமொழி சொல்லி சொல்லி ஓடி வந்தேன் உந்தன் கள்ளி இதயத்தை கொள்ளை கொள்ளும் நானே அடி சொல்லடி பெண்ணே என் செல்ல கோயிலே ஒரு முத்தம் ஒன்று போதும் என் அன்பு மயிலே ரகசிய பார்வை என் பார்வை குறும்பு உன் குறும்பு பார்வையாலே நீ என்னை விரும்பென்னே பூங்கிழி നിന്റെ ചുണ്ടിൽ തേൻ കൂടും പോലൊരു മാമ്പഴം കൊണ്ട് തന്നതാരോ കള്ളത്തോഴ നീയല്ലേ ചെല്ലക്കൂട്ടിൽ പോരില്ലേ കുഞ്ഞിക്കാട്ടിലോ ഞാലാടാൻ വായോ എന്നും നിന്നെ കാണാൻ എന്നുള്ളം തുടിച്ചു എന്നും നിന്റേതാകാൻ ഞാൻ എന്നും മോഹിച്ചു എന്നും മറച്ചായാൽ ഞാൻ എന്നും കൊതിച്ചു തുമ്പപ്പൂവിൻ ചുണ്ടിൽ ഞാൻ തേനും ചാലിച്ചെന്തേ നാണിച്ചോ കടവിൽ നീയും പോരുന്നോ കുഞ്ഞോടും തുഴയാൻ നീയും പോരാമോ ഈ കണ്ണാടി കവിളിൽ മുത്തം തന്നോട്ടെ ഈ നെഞ്ചിൽ ചേരാൻ അയ്യോ ഞാനില്ലേ നീ എന്നും അരികത്തായി തുമഞ്ഞ ചേരുമ്പോൾ എന്നാവണി പാടവും പൂത്തേ എന്നും നിന്നെ കാണാൻ എന്നുള്ളം തുടിച്ചു എന്നും നിന്റേതാകാൻ ഞാൻ എന്നും മോഹിച്ചു എന്നും നെഞ്ചിൽ ചേർക്കാൻ ഞാൻ എന്നും കൊതിച്ചു ഈ തുമ്പപ്പൂവിൻ ചുണ്ടിൽ തേനും ചാലിച്ചെന്തേ നാണിച്ചു പ്രണയ പരാഗം മിഴികളിൽ അണിയും ആരോമൽ പൂവിതഴല്ലേ നീ പരിമളമണിയും പനിമലരിതളും നീ എന്റെ താമരമൊട്ടല്ലേ അല്ലിപ്പൂങ്കാവിൽ അയ്യോ ഞാനില്ലേ ചാഞ്ചാടി പറക്കാം ഇല്ലേ കരിനീലക്കുരുവി പാടും പാട്ടെല്ലാം എന്നോമൽ കിളിതൻ നെഞ്ചിൻ നീളങ്ങൾ എന്നും മനസ്സിൽ നീ മണിമുത്തായി ചേരുമ്പോൾ എന്നോമല തിങ്കളെ പോലെ എന്നും നിന്നെ കാണാൻ എന്നുള്ളം തുടിച്ചു എന്നും നിന്റേതാകാൻ ഞാൻ എന്നും മോഹിച്ചു എന്നും നെഞ്ചിൽ ചേർക്കാൻ ഞാൻ എന്നും കൊതിച്ചു ഈ തുമ്പപ്പൂവിൻ ചുണ്ടിൽ തേനും ചാലിച്ചെന്തേ നാണിച്ചു உலகே மாயம் என்ன சார் அநியாயமா சஸ்பெண்ட் ஆயிட்டேனடா எவன்டா அந்த ப்ரொடக்ஷன் பாய் என்னோட வாக்கி டாக்கில இருந்து கவர்னர் ஷூட் பண்றதுக்கு ஆர்டர் கொடுத்துருக்கான் விடுங்க சார் நடந்தது நடந்து போச்சு கரெக்ட் இனிமே அது மாதிரி எதுவுமே நடக்க கூடாதுடா நான் சஸ்பென்ஷன் முடிஞ்ச உடனே டியூட்டில இன்ஸ்பெக்டரா ஜாயின் பண்ண போறேன் இந்த ஆக்டிங்கே எனக்கு வேண்டாம்டா சார் மனசை தளர விடாதீங்க சார் இப்படி நினைச்சிருந்தா நம்மளுக்கு ஒரு அஜித் சூர்யா விஜய் கிடைச்சிருப்பாங்களா அப்படியா சொல்றேன் மறுபடியும் ட்ரை பண்ணுங்க சார் ட்ரை பண்றேன்டா சார் ஆக்டிங்ல ஏதாவது டவுட் வந்துச்சுன்னா என்ன கூப்பிடுங்க நான் சொல்லி தரேன் நீ எனக்கு ஆக்டிங் சொல்லி தரியா சிங்கத்துக்கு ஜாண்டிஸ் வந்ததுன்னா சிறு எலி அது முன்னாடி உட்கார்ந்து சிக்கன் பிரியாணி சாப்பிட மாட்டான் பஞ்ச் டயலாக் சார் ஷட் அப் அங்க வந்து நான் எடுக்கிற டிசிஷனை நீ பாடுற சார் 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 ஐயா வந்திருக்காரு சார் வணக்கம் சார் ஐயாவுக்கு ஒரு சேர் கொடுறா சார் சஸ்பெண்ட் ஆயிட்டாரு சஸ்பெண்டா சேர் கேன்சல்டா என்ன விஷயம் ஆக்டிங் சான்ஸ் வேணும் உனக்கு தான் ஆக்டிங் வராது அப்படி சொல்லக்கூடாது சார் நீங்க மனசு வச்சா எனக்கு ஏதாவது கொடுக்கலாம் சார் உனக்கு ஒரு ஒரு கூலி வேஷம் கூலி எல்லாம் வேணாம் சார் ஃப்ரீயா நடிக்கிறியா இல்ல சார் கூலி மாதிரி கேரக்டர்லாம் வேணாம் நான் விரும்புறதே வேற சார் சொல்ல சார் ஒரு ஆக்ஷன் ஹீரோ ஆக்ஷன் ஹீரோ எதுக்கு அப்பதான் சார் லைஃப்ல செட்டில் ஆக முடியும் செட்டில் ஆகி என்ன பண்ண போறேன் அது பெருசா ஒன்றும் ஆசை இல்லை சார் എനിക്ക് മെഗാസ്റ്റാർ മമ്മൂട്ടി പോലെ ഒരു ചെറിയ ബിസിനസ് അപ്പുറം സൂപ്പർ സ്റ്റാർ മോഹൻലാൽ പോലെ ഒരു ചെറിയ സ്റ്റുഡിയോ ஜெயராம் போலே வீட்ல 4 ஆனைக்குட்டி அது மாதிரி சூப்பர் ஐடியா சார் அப்ப உனக்கு ஒரு ஆக்ஷன் ஹீரோ சார் சார் ஒரு நிமிஷம் நில்லையா ஓகே ஓகே நீ என்ன பேச வந்த சார் எப்படியும் ஹீரோ ஆயிடுவீங்க ஹீரோயின் அங்க இருக்கு டீசென்ட்டா நாசூக்கா பேசி பிக்கப் பண்ணுங்க சார் இப்பவே வா தப்பாயிடாதே ஒண்ணாவது போங்க சார் ட்ரை கேரியா ஹாய் பேபி ஈவினிங் ஃப்ரீயா இருக்கியா மாமா
மம்மி வேண்டாம் நீ ஃப்ரீயே Shut up, you idiot! என்னடா இங்கிலீஷ்ல கிடைக்குது சார் ஹீரோய்க்கு டூப்பு போடுறதுக்கு 10,000 ரூபாய் கேட்கிறாரு. 10,000 ரூபாய் பேசாம இந்த ஆள ஹீரோய்க்கு டூப்பு போட்டு அந்த குதிரை சேசிங் முடிச்சிடாம். குட் ஐடியா. 10,000 ரூபாய் மிச்சம். நீங்க இரு, நான் பாத்துக்கிறேன். சிங்கம், யூ ஆர் வெரி லக்கி. நாளைக்கு நீ ஆக்ஷன் ஹீரோ ஆயிடு. அப்படியா சார்? நாளைக்கு அப்ப அந்த கால்ல அந்த குதிரையை ரெடி பண்ணிடுங்க. ஓகே ஓகே சார். கிளாடியேட்டர் ட்ரெஸ் என்னடா குதிரையை ரெடி பண்ணுகிறாரே, பயமா இருக்கேடா. அதுக்கு டூப் போட்டுருவாங்க சார். ஓ, உயரமான இடத்துல இருந்து தாவ சொல்லுவாங்களோ? அதுக்கு ரோப் போட்டுருவாங்க சார். அப்ப டூப்பு ரோப்பு இவ்வளவுதான் சினிமா? ஆமா சார். அப்ப ரேப்பு நான் பண்றேன் சார். நல்ல ஐட்டத்தை ഇവൻ എടുத்துக்கறான். എന്തോ നാളെ ഒരു പ്ലാനടാ. നിനക്ക് വേണ്ടല്ലേ? അത് ശരി. എന്റെ കാശിന് കള്ളം മേടിച്ചിട്ട് എനിക്ക് വേണ്ടെന്നോ? ഒഴിക്കണം. അല്ല പിന്നെ ഒഴിക്കാൻ അങ്ങോട്ട്. എന്തുവാടേ ഒരു കള്ള ലക്ഷണം? അത് ജന്മന ഉള്ളതാ സാറേ. വീട്ടിലെല്ലാവർക്കും കാണുമായിരിക്കും. കഷ്ടം. എന്താ സാറേ ഒരു മണം? അത് ഈ ബാത്റൂമിന്റെ. എന്തോ നാടേ ഇവിടെ ഒരു സെറ്റപ്പ്. സാർ ഞങ്ങൾ വെറുതെ ഇങ്ങനെ. എങ്ങനെ സാർ അടിക്കൂ? ഏത് പ്രതിയെ കൈ കിട്ടിയാലും ഞാൻ അടിക്കും. അതല്ല സാർ, വെള്ളം അടിക്കുമെന്ന്. നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ എസ് ഐയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കാൻ? റമ്മാണോ? അല്ല സാർ, വിസ്കിയാണോ? അതെ സാർ. എന്നാ വെള്ളം ഒഴിക്കണ്ട. സാർ, ചെറുതാണോ വലുതാണോ? ചെറുതായിട്ട് ഒരു വലുതൊഴിച്ചോ. അല്പം പോലും വെള്ളം വേണ്ടേ സാർ? വെള്ളം അമൂല്യമാണ്, അത് പാഴാക്കരുതെന്നാ സർക്കാർ പറഞ്ഞിരിക്കുന്നത്. സർക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വൺസ് മോർ. വൺസ് മോർ. വൺസ് മോർ. ടച്ചിങ്സ് ഒന്നുമില്ലേ ഇപ്പോഴേ? ഇതൊന്നും എടുത്തു വെക്കാതെയാണോടെ അടി തുടങ്ങുന്നത്. ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം. എന്തിനു പുറകെ ബാത്റൂമില്ല ടച്ചിങ്സ്. നീ കുടിക്കുന്നില്ലേ? ഞാൻ ഒഴിച്ചോളാം. ആ സാറ് വാളും പരിചയം. അയ്യോ അരവിന്ദനോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ ഞാൻ വന്നു. എന്താ സാർ? അശ്വതിയെ പറ്റി. അശ്വതിക്ക് എന്ത് പറ്റി സാർ? ഒന്നും പറ്റാതിരിക്കാൻ ഞാൻ പറയുന്നത്. ഒരു തെലുങ്ക് സിനിമയിലേക്ക് അശ്വതിയെ കാസ്റ്റ് ചെയ്ത് വരുന്ന അറിഞ്ഞിരിക്കുമല്ലോ. ഇനി എത്രയും പെട്ടെന്ന് അശ്വതിയെ കാണണം, എങ്കിലേ കഥയ്ക്കൊരു ആംബിയൻസ് കിട്ടൂ. എന്താ സാറേ ഈ ആംബിയൻസ്? സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഈ ആംബിയൻസ്. അതായത് നമ്മൾ പറഞ്ഞു വന്ന കാര്യം അശ്വതിക്ക് തെലുങ്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് നീ ഒരു പ്ലാൻ തയ്യാറാക്കണം. അവൾക്ക് കൂടെ വരാൻ സമ്മതമാണെങ്കിൽ വിളിച്ചിറക്കിക്കൊണ്ട് പോകണം. എന്തിനും ഏതിനും പിന്നിൽ ഞാനുണ്ട്. സാർ, ഞങ്ങൾ സംസാരിച്ചു. ക്ലൈമാക്സ് ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ. അത് കൊള്ളാം. ഇപ്പോഴാണ് കഥയ്ക്ക് ഒരു ആംബിയൻസ് കിട്ടിയത്. വൺസ് മോർ. അയ്യോ, സാറിന്റെ ആംബിയൻസ് പോയി. இது என்னடா Dress? இதுதான் சார் கிளாடியேட்டர் Dress. உள்ளுக்குள்ள ரேடியேட்டர் மாதிரி பாயில் ஆகுதேடா. சார், நீங்க ஆக்ஷன் ஹீரோ ஆகணுமா வேணாமா? ஆகணும், பட் Dress கொஞ்சம் செக்ஸியா இருக்கேடா. லெக் பீஸ் உள்ள தள்ளுங்க சார். ரெடியா? ரெடி சார். குதிரை மேல ஏறிடு. ரெடி சார். ஐயோ அம்மா, ஐயோ சார், வேகமா போகுது சார். சார், ஐயோ அம்மா. போய் பாருடா, குதிரைக்கு என்னாச்சுன்னு பாரு. வாடா, என்னமோ ப்ராப்ளம். வாடா. ஐயோ ஐயோ, Dress இருக்கு, ஆளை காணுமே. இங்க தான்டா இருக்கேன். இங்க சார், இங்க சார் தான்டா பாத்தீங்க குதிரை ஓட்டுறீங்க. திரும்புங்க சார். ஐயோ மெதுவாடா. ஐயோ ஐயோ, சிங்கத்துக்கு அடிபட்டுருச்சு. எல்லாரும் சீக்கிரம் ஓடி வாங்க, சீக்கிரம். டேய், சிங்கத்துக்கு என்ன ஆச்சுடா? சார், சிங்கத்தை விடுங்கோ, குதிரையை தேடலாம். டேய், குதிரை எங்கடா போச்சு? குதிரை என்ன தள்ளி விட்டுட்டு அந்த பக்கம் போயிருக்கு. அந்த பக்கம் போறது. போங்க சார். உங்களுக்கு ஹார்ஸ் ரைடிங் தெரியல, என்கிட்ட கேட்டிருக்கணும், நான் சொல்லி கொடுத்துருப்பேன். நீ எனக்கு ஹார்ஸ் ரைடிங் சொல்லி தெரியா? புலிக்கு ஜலதோஷம் பிடிச்சா பூனை விக்ஸ் தடை விடுமாண்டா. இதுல ஒன்றும் குறைச்சல் இல்ல. சீக்கிரம் தொலைச்சிட்டு வாங்க சார். அடுத்த சீன் எனக்கு தெரியும், நான் சொல்லி தரேன். அடுத்த சீன் என்னடா? டபுள் ஆக்ஷன் சார். எனக்கா? இல்ல குதிரைக்கு. குதிரைக்கு டபுள் ஆக்ஷனா? ஆமா சார். புரியலையடா. 2 குதிரையில அட் அ டைம்ல நீங்க டிராவல் பண்றீங்க சார். 2 குதிரையில நான் ஒருத்தன் எப்படிடா டிராவல் பண்ண முடியும்? லெஃப்ட் கால லெஃப்ட் குதிரையிலயும் ரைட் கால ரைட் குதிரையிலயும் வச்சு 150 கிலோமீட்டர் ஸ்பீட்ல டிராவல் பண்றீங்க சார். சார், போடா, ஆக்ஷன் ஹீரோ, ஆக்ஷன் ஹீரோ. ஆக்ஷன் ஹீரோ வேணாம்டா. ஆக்ஷன் ஹீரோ இல்லடா சார். எப்படியாவது ஆக்ஷன் ஹீரோ ஆயிடுங்க சார். ஆக்ஷன் ஹீரோ வேணாம்டா.
மக்களின் நண்பன் சொல்ற ஒரே டிபார்ட்மெண்ட் போலீஸ் டிபார்ட்மெண்ட். லீவே இல்லாம 24 ஹவர்ஸும் சர்வீஸ் பண்ற ஒரு டிபார்ட்மெண்ட் போலீஸ் டிபார்ட்மெண்ட். வெயில் மழைன்னு பார்க்காம மக்களுக்கு ஹெல்ப் பண்ற ஒவ்வொரு போலீஸ்காரனுமே ஒரு ஆக்ஷன் ஹீரோ தான்டா. A police is a police is a police is a great police. வணக்கம் மாஸ்டர், வாங்க உட்காருங்க. உட்காருங்க. மாஸ்டர், நாளைக்கு மறுநாள் தான் கிளைமேக்ஸ். கவலைப்பட வேண்டாம், எல்லாமே பிளான் பண்ணியாச்சு. ആവേശത്തോടുകൂടി അയാൾ ഹലോ. ആ ഡയറക്ടർ സാർ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? സാറിന് എഴുതിക്കൊണ്ടേ ഇരിക്കുക. ഇനി ക്ലൈമാക്സ് കൂടിയേ ഉള്ളൂ. സാറ് ധൈര്യമായിട്ടിരിക്കേ, നാളെ നമ്മുടെ ക്ലൈമാക്സ് റെഡി ആയിരിക്കും. കാശിൻ്റെ കാര്യം കട്ട് ചെയ്ത്. ஹீரோடு இருக்கிற பகை போக்குறதுக்காக ஹீரோயினை கடத்திட்டு வந்து இதுக்குள்ள பூட்டி போடுறான். அவளை சேவ் பண்றதுக்காக ஹீரோ ஜீப்பில் வர்றான். அங்க ஹீரோ ரவுடிகளுமாய் ஃபைட் பண்றான். இதுக்கிடையில வீட்டுக்கு தீபிடிச்சு நாயக சத்துடுவான். இதுதான் கிளைமேக்ஸ். இது நம்ம ரொம்ப ஜாக்கிரதையோட எடுக்க வேண்டும். ஆமா சார். ஓகே ஓகே, அப்படித்தானே மாஸ்டர்? ஓகே, எப்படி? சரி. ஓகே ஓகே. அஸ்வதி, என்ன யோசிக்கிற? டென்ஷன் வேண்டாம், மாஸ்டர் பார்த்துக்குவா. ഹലോ, ശരി കൊടുക്കാം. സാർ ഫോൺ. யாரையா? പ്രൊഡക്ഷൻ കൺട്രോളർ. ஓ, என்னையா இது? செட்டு எவ்வளவு நேரம் ஆச்சு? സാർ ഈവനിങ്ങിലെ വേല മുടിച്ചിടും. ஓகே ஓகே. അശ്വതി, ഏതാവത് ഡൗട്ട് இருக்கா? ചേട്ടാ, என்ன பிரச்சனை, என்ன வேணும்? ചേട്ടാ, ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം തന്നെ പോണം. അതുകൊണ്ട് ജീപ്പ് വേണം. கொஞ்ச நேரம் கூட வெயிட் பண்ணுங்க. இந்த சீன் முடிஞ்சதுக்கு அப்புறம் தரேன். ചേട്ടാ, ഒരുപാട് നേരം എടുക്കില്ലേ? இல்லப்பா, ஒற்ற ஷூட்டில் தான் இருக்குது. அதனாலே சீக்கிரமா முடிஞ்சிடும். அஸ்வதி, கவலைப்பட வேணாம். கிளைமேக்ஸ் ஒரே ஷோட்டில் தான் முடிச்சிடணும். அதனால தான் இவ்வளோ ரிஸ்க் எடுத்து தான் பண்ணுறோம். ஸ்டார்ட் கேமரா ரோலிங் சார். ஆக்ஷன். சூப்பர்டா, சூப்பர். எனக்கு போகிறதுக்கு டைம் ஆச்சு. ஏய் மாஸ்டர், என்ன இது? மாஸ்டர், ஆக்ஷன். கம் ஆன், டை. ஓகேடா, வெரி குட். மாஸ்டர் ப்ளீஸ், என்ன வெறுതെ விடு மாஸ்டர், ப்ளீஸ் மாஸ்டர். ஓகே மேடம், சாரி, இது எனக்காக இல்லை,
நம்ம சினிமாக்காக தான். இந்த இடத்துல இப்ப பாம்பு வெடிச்சிடும், நீயும் இந்த வீடும் கீழே டப்தில போயிடும். அப்புறம் உங்க சாம்பல் போலும் கிடைக்காது. குட் பை forever. അതെ, തീ കത്തി തുടങ്ങി ചേട്ടാ. അശ്വതി അകത്തല്ലേ? கவலைப்பட வேணாம், அது பார்க்கறதுக்கு நாங்க இருக்கேன். ஜீப் ஷோட்டு முடிஞ்சிருச்சு, ஜீப் எடுத்துட்டு போ. ஓ, யூரின் பாஸ் பண்றது கூட டைம் கிடையாது. ஓகே இல்ல சார்? ஓகே சார். சார் ஷோட்டு ரெடியாச்சு. ஓகே. നീ ഇപ്പൊ എവിടെയാ? മലേഷ്യയിലോ അതോ സിംഗപ്പൂരോ? അളിയ ഒരുപാട് കിളത്താതെ, ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അവള് സുഖമായിട്ടിരിക്കുന്നുണ്ടാ. അധികം വൈകാതെ നമുക്ക് മീറ്റ് ചെയ്യാം. ചാച്ചപ്പനെയും തമ്പി സാറിനെ ഞങ്ങൾ തിരക്കുന്നു പറ. ഓക്കെ. ആ കപട സന്യാസിയെ അന്ധമായി വിശ്വസിച്ച ശരവണൻ കരുതുന്നത് പോയി എന്ന തൻ്റെ സിനിമയുടെ വിജയരഹസ്യം അശ്വതി എന്ന നായികയുടെ മരണമാണെന്നാണ്. സിനിമ ആരാധകരുടെ മനസ്സിലും അശ്വതി മരിച്ചു കഴിഞ്ഞു. പക്ഷേ എൻ്റെ കഥയിലെ നായിക മരിക്കുന്നില്ല. കാരണം ഇതിൻ്റെ തിരക്കഥ എഴുതിയത് ഞാനാണ്. ഈ കഥയ്ക്ക് ഒരു അവാർഡ് കിട്ടാനുള്ള ചരടുവലി ഞാനിപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. ആണോ? അതെയോ? ഓ, അത്ഭുതമായിരിക്കുന്നു. സാറിനെ അവാർഡിന് പരിഗണിച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ സംഭവിച്ചു? എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഞാൻ നേരത്തെ അറേഞ്ച് ചെയ്ത് പ്രതീക്ഷിച്ചിരുന്നാണ്. പ്രതിഭകൾ പുറന്തള്ളപ്പെടുകയോ? താനാ പറഞ്ഞതിന്റെ പോലുള്ള എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അടുത്ത എപ്പിസോഡിന്റെ സ്ക്രിപ്റ്റ് എൻ്റെ ഇരിക്കുകയാണ്. അത് തൻ്റെ കിട്ടാൻ താൻ എൻ്റെ പുറകെ മാസങ്ങളോളം നടക്കണം. ഇനി നടക്കുകയോ ഓടുകയോ ചെയ്താലേ പറ്റൂ. ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഇനി നായയെ കൊണ്ട് സിഗരറ്റ് വലിപ്പിക്കരുത് പ്ലീസ്. സിഗരറ്റ് വലിപ്പിക്കണോ കൈവണ്ടി വലിപ്പിക്കണോ എന്ന് എഴുത്തുകാരനായ ഞാൻ തീരുമാനിക്കും. താൻ തന്റെ പണി ചെയ്താൽ മതി. അതായത് സംവിധാനം. അതാണ് സിനിമയ്ക്ക് നല്ലത്. ഒരു നുണക്കഥ ഒരു നുണക്കഥ ഒരു നുണക്കഥ ഒരു നുണക്കഥ ഒരു നുണക്കഥ ഒരു നുണക്കഥ ബോം ചകലക ബോം 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 ചകലക ബോം 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 ചകലക ബോം 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 ചകലക ബോം ബോം. നേരൊന്നും പറയാതെ നേരം പോക്കറിയാതെ
അറിയാതെ കഥയായി വരുന്നുണ്ടല്ലോ. നേരൊന്നും പറയാതെ നേരം പോക്കറിയാതെ കഥയായി വരുന്നുണ്ടല്ലോ. ഈ കഥയൊരു പതിരാണ്, ഇത് ജീവിത കഥയാണ്. പാടും കിളിയുടെ നെഞ്ചിൽ പടരും നോവിൻ കഥയാണ്. ഈ കഥയൊരു നുണയാണ്, ഇത് ചിരിയുടെ കഥയാണ്. നോവും മാനവ മനോരഥത്തിൽ തുടരും കഥ.